إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുബാറക്കായ അൽ അഖീദത്തു തഹാവിയയിൽ പറയുന്ന ഭാഗങ്ങൾ അള്ളാഹുവിൻ്റെ ഫضل കൊണ്ട് തുടർന്നുകൊണ്ട് നമ്മൾ വായിക്കുന്നു. വനുഅ്മിനു ബിൽ ബഅസി വജസാഇൽ അഅമാലി യൗമൽ ഖിയാമത്തി വൽ അറളി വൽ ഹിസാബി വഖിറാഅത്തിൽ കിതാബി വസ്സവാബി വൽ ഇഖാബി വസ്സിറാത്തി വൽ മീസാൻ. കഴിഞ്ഞ ദർസുകളിൽ പരലോകത്തിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ട് വിട പറഞ്ഞാൽ അവൻ ഏറ്റവും ആദ്യം ചെന്നു ചേരുന്ന ബർസഖിയായ അവൻ്റെ ജീവിതവും അഥവാ ഖബർ ജീവിതം. ഖബർ എന്ന് നമ്മൾ പറയുന്നത് ഭൂമിയിൽ ഉണ്ടാക്കിയ കുഴിയിൽ മരിച്ച മയ്യത്തിനെ കൊണ്ടുപോയി വെക്കുന്ന ആ ഖബർ. ഇനി ഒരാളെ ഖബറടക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും പക്ഷികൾ അവനെ തിന്നുകൊണ്ട്, പിടിമൃഗങ്ങൾ കഴിച്ചുകൊണ്ട്, ചുട്ടുകരിച്ച് വെണ്ണീറായി വെതറിക്കൊണ്ട് വെള്ളത്തിലോ കടലിലോ സമുദ്രങ്ങളിലോ പോയി അതിൽ കടന്ന് ചീഞ്ഞ് നശിച്ച് അവൻ്റെ ശരീര അവശിഷ്ടങ്ങൾ മുഴുവനും ഛിന്ന ഭിന്നമായി എന്നുണ്ടെങ്കിൽ പോലും, അതല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൽ കടന്ന് ഉണങ്ങി പൊടിഞ്ഞ് നാമാവശേഷമായി എന്നുണ്ടെങ്കിലൊക്കെ ഈ ലോകത്തിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടാൽ പരലോകത്ത് എത്തുന്നതിൻ്റെ മുമ്പുള്ള ബർസഖി എന്ന് പറയുന്ന കാലഘട്ടം, ലോകം എന്ന് ഉലമാക്കൾ പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്ന അത് ഒരാളുടെ പരലോക ജീവിതത്തിൻ്റെ പ്രാരംഭം, തുടക്കമാണ്. ആ പറയുന്ന ജീവിതത്തിൽ ഒരാൾ അവിടെ വച്ച് ചോദിക്കപ്പെടുന്ന മലക്കുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറഞ്ഞ് വിജയിക്കാൻ കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ അപ്പുറം വരുന്ന കാര്യങ്ങൾ മുഴുവനും അവനെ സംബന്ധിച്ച് ലളിതമായിരിക്കും, പ്രയാസമില്ലാത്തതായിരിക്കും, സമാധാനവും സന്തോഷപൂർണമായിരിക്കും. അവിടെ വെച്ചൊരാൾ പരാജയപ്പെട്ടാൽ അവിടെ ചോദിക്കപ്പെടുന്ന വളരെ ചുരുങ്ങിയ 3 ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയാൻ കഴിയാതെ പരാജയപ്പെട്ടാൽ അതിൻ്റെ അപ്പുറത്തേക്ക് വരുന്നത് മുഴുവനും ആ വ്യക്തിയെ സംബന്ധിച്ച് പരാജയമായിരിക്കും, ദുരിതവും കഷ്ടപ്പാടുകളും ദയനീയതയുമായിരിക്കും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അവിടുത്തെ സഹാബത്തിനോട് ഖബറിലുള്ള ശിക്ഷയെ തൊട്ട് നിങ്ങൾ കാവലിനെ തേടണം എന്ന് പറയുകയും ആ പറയുന്ന പ്രവാചകൻ്റെ കൽപ്പന കൃത്യമായി പാലിച്ചുകൊണ്ട് അവർ അള്ളാഹുവിനോട് ഖബറിലുള്ള ശിക്ഷയെ തൊട്ട് കാവലിനെ തേടുകയും ചെയ്ത സ്വഹീഹായ ഹദീസ് കഴിഞ്ഞ ദർസിൽ വെച്ച് നമ്മൾ വായിച്ചിരുന്നു. ഫർള് നിസ്കാരങ്ങളിലും സുന്നത്തായ നിസ്കാരങ്ങളിലുമൊക്കെ തശഹുദും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്തൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഈ പറയുന്ന 4 കാര്യങ്ങൾ, നരകശിക്ഷയിൽ നിന്ന്, ഖബറിലുള്ള ശിക്ഷയിൽ നിന്ന്, ഈ ലോകത്തും പരലോകത്തുമുള്ള പരീക്ഷണങ്ങളിൽ നിന്ന്, ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്നുള്ള കാവലിനെ തേടാൻ വേണ്ടി പറഞ്ഞ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഉലമാക്കൾ അത് നിർബന്ധമാണ്, ഒരാൾ തശഹുദിൽ അത് പറയണം, അത് നിർവഹിച്ചു കൊണ്ടേയിരിക്കണം എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. ഇനി നിർബന്ധം ഇല്ല എന്നാണെങ്കിൽ പോലും നമ്മെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമായ കാര്യങ്ങളാണ് ഈ കാവലിനെ തേടൽ. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിനായ മനുഷ്യൻ ആ ദുആകൾ കാണാതെ പഠിക്കുകയും നിരന്തരം ഹൃദയ സാന്നിധ്യത്തോടെ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ ആ ദുആ അവൻ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷയും സുരക്ഷയും സമാധാനവും നമുക്ക് നൽകുന്നതാണ്. അല്ലാഹു അത് നൽകുകയും ചെയ്യുമാറാവട്ടെ.
തുടർന്നുകൊണ്ട് പരലോക ജീവിതത്തിലുള്ള യൗമുൽ ആഖിറിലുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഭാഗത്ത് പറയുന്നത്. അതിൽ ഏറ്റവും ആദ്യം പറഞ്ഞത് വനുഅ്മിനു ബിൽ ബഅ്സി, പുനർജീവനം. ആളുകൾ ഈ ലോകത്തുനിന്ന് മരണപ്പെട്ടു പോയി, അവരുടെ ശരീരം നാമാവശേഷമായി പോയി എങ്ങനെയാണെങ്കിലും അതിൻ്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന ശരീരങ്ങളെയും അതിന് ഈ ലോകത്ത് വെച്ച് നൽകിയ ആ റൂഹിനെയും പരസ്പരം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് രണ്ടാമത് ജീവിപ്പിക്കും. ഈ ലോകത്തേക്ക് വന്ന പ്രവാചകന്മാർ മുഴുവനും ഈ കാര്യം കൃത്യമായി ഊന്നി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും സത്യനിഷേധികളായ ആളുകൾ അവരുടെ വികലമായ ബുദ്ധി വെച്ചുകൊണ്ടും അവരുടെ തെറ്റായ ധാരണകളും അവരുടെ ഊഹങ്ങളും വെച്ചുകൊണ്ട് ഈ പറയുന്നതിനെ നിഷേധിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പുനർജീവനം, ഇനി ഒരു ജീവിതം, ഒരാൾ മരിച്ച് ഈ ലോകത്തുനിന്ന് നാമാവശേഷമായി പോയതിൻ്റെ ശേഷം പിന്നീടൊരു ജീവിതം, അതേപോലെ തന്നെ പരലോകത്തിലുള്ള ജീവിതം, അവിടെ വെച്ചുള്ള വിചാരണ, തുലാസിൽ അവൻ്റെ കാര്യങ്ങളെ തൂക്കി നോക്കുന്ന, അവിടെ വിചാരണ ചെയ്യപ്പെടുന്ന, ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഈ കാര്യങ്ങളെ നിഷേധിക്കുന്നത് കാണാൻ കഴിയും. ഒരാൾക്ക് അള്ളാഹുവിലും പരലോകത്തിലുമുള്ള വിശ്വാസം അത് കൃത്യമായാൽ ആ മനുഷ്യൻ ഈ ലോകത്ത് അവൻ്റെ ജീവിതത്തിന് കൃത്യതയുണ്ടാകും, അവന് കെട്ടുറപ്പുണ്ടാകും, അവന് ബോധമുണ്ടാകും, തൻ്റെ ഇടമുണ്ടാകും. ഈ പറയുന്ന ജീവിതം ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല, യഥാർത്ഥ ജീവിതം വരാനിരിക്കുന്നതേ ഉള്ളൂ. അവിടെയാണ് പ്രതിഫലം ലഭിക്കുക, അവിടെ വിചാരണയുണ്ടാകും, അവിടെ തൂക്കി കണക്കാക്കലുണ്ടാകും, അവിടെയുള്ള വിജയപരാജയം അത് എന്നെ ബാധിക്കും എന്ന് ഒരാൾക്ക് കൃത്യമായി മനസ്സിലേക്ക് തട്ടിയാൽ ആ വ്യക്തി ഇവിടെ ജീവിക്കുന്ന അവൻ്റെ ഓരോ അടക്കങ്ങളും, അവൻ്റെ പ്രവർത്തനങ്ങൾ, വാക്കുകൾ, അവൻ്റെ ചലനങ്ങൾ അവൻ അത് നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും, അവൻ അത് വിലയിരുത്തിക്കൊണ്ടേയിരിക്കും. കാരണം ഇതിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ശരിയായ ജീവിതം, യഥാർത്ഥ ജീവിതം അവിടെയാണ് എന്നുള്ള കൃത്യമായ ബോധമുണ്ടാകും. ഇതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണം ഈ പ്രവാസ ജീവിതം നയിക്കുന്ന ആളുകൾ, വിദേശത്ത് പോയി തൊഴിലെടുക്കാൻ വേണ്ടി പോകുന്ന ആളുകൾ. ചില ആളുകൾ വിദേശത്ത് പോയി അവിടെ വെച്ച് സമ്പാദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ, കയ്യിൽ കാശ് വരുമ്പോൾ മതിമറന്ന് ജീവിക്കും. അവിടെ നാടിനെക്കുറിച്ചും വീടിനെക്കുറിച്ചും കുടുംബത്തിനെക്കുറിച്ചും ബോധമില്ലാതെ ജീവിക്കും. അങ്ങനത്തെ ആളുകൾ 1 വർഷമോ 2 വർഷമോ 3 വർഷമോ നാട്ടിലേക്ക് പോരുന്ന സമയത്ത് വട്ടപൂജയായിരിക്കും. അവർ മേപ്പോട്ട് നോക്കും, ഒന്നും ഉണ്ടാകൂല. അവർ മതിമറന്ന് ജീവിച്ച ആളുകളായിട്ട്. നേരെ മറിച്ച് നാടിനെക്കുറിച്ചും വീടിനെക്കുറിച്ചും, യഥാർത്ഥ നാടും വീടും ഇവിടെയല്ല, ജീവിതം ഇവിടെയല്ല എന്നുള്ള ബോധ്യമുള്ള ആളുകൾ അവരുടെ കയ്യിൽ വരുന്ന വരുമാനം എത്രയാണെങ്കിലും അതിന് കൃത്യമായ അളവും തൂക്കും നോക്കി അതിൽ വരുന്ന വരവുകളും ചെലവുകളും അവൻ കൃത്യമായി പാലിച്ചുകൊണ്ട് സമ്പാദിച്ച് നേടി നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇവിടെ വന്നാൽ ശരിയായൊരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള നല്ല ഒരു തൻ്റെ ഇടത്തോടെ, അതിനുള്ള പക്വതയോടെ, പാകതയോടെ വരും. ഈ പറയുന്ന ഏറ്റവും നല്ല മുഅ്മിനീങ്ങളായ നമ്മുടെ മനുഷ്യരുടെ യഥാർത്ഥ ലോകം, നമ്മുടെ ഭവനം, അത് ഒന്നിരിക്കൽ സ്വർഗം, അതല്ലെങ്കിൽ നരകമാണ്. നമ്മുടെ പിതാവ്, നമ്മുടെ മാതാവ് അവർ സ്വർഗത്തിൽ നിന്ന് പോന്നവരാണ്. അതാണ് നമ്മുടെ തറവാട്, അങ്ങോട്ടാണ് നമുക്ക് മടങ്ങിപ്പോകാനുള്ളത്. ഈ ലോകം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സമയങ്ങളിലും പല ഉദാഹരണങ്ങളിൽ കൂടെ പഠിപ്പിച്ചു തന്നതുപോലെ, ഇല്ല കറാക്കിബിൻ, എൻ്റെയും ഈ ലോകത്തിൻ്റെയും ഉദാഹരണം ഒരു യാത്രക്കാരനെ പോലെയാണ്. ഇസ്തവല്ല തഹ്ത ഷജറ, ഒരു മരത്തിൻ്റെ താഴെ അവൻ കുറച്ച് വിശ്രമിച്ചു, അതിൻ്റെ തണൽ സ്വീകരിച്ചുകൊണ്ട് അവൻ അവിടെ വെച്ച് കഴിച്ചുകൂട്ടി. അവൻ ആശ്വാസമായാൽ കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും അവന് യാത്ര തുടരുകയാണ്. ഇന്നല്ലദീന ആമനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലദീന ആമനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും ആയത്തുകൾ ഇങ്ങനെ കാണും. അള്ളാഹുവിലും അവസാന നാളിലും വിശ്വസിച്ച ആളുകൾ. അവസാന നാളിനെക്കുറിച്ചുള്ള ഈ വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ശരിയായ നിലക്ക് മനസ്സിലേക്ക് തട്ടിയിട്ടില്ല, കടന്നിട്ടില്ലെങ്കിലാണ് ആളുകൾ ഹറാമും ഹലാലും ഉപയോഗിക്കുന്ന കാര്യത്തിൽ, നീതിയും അനീതിയും കാണിക്കുന്ന വിഷയത്തിൽ, സത്യം അസത്യവും അത് വേർതിരിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന കാര്യങ്ങളിലൊക്കെ ആളുകളെടുത്ത് അവ്യക്തതയുണ്ടാകും, ആശയക്കുഴപ്പമുണ്ടാകും, കൃത്യതയുണ്ടാകൂല. നേരെ മറിച്ച് പരലോക ജീവിതത്തിനെക്കുറിച്ച് ശരിക്കുള്ള ബോധവും വ്യക്തതയും ഉണ്ടെങ്കിൽ ആളുകൾ അതിനനുസരിച്ച് കൃത്യമായി അവരുടെ കാര്യങ്ങൾ നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ പുനർജീവനം ഉണ്ട്. പരിശുദ്ധ ഖുർആനിൽ അതിൻ്റെ മേൽ അറിയിക്കുന്ന ധാരാളം തെളിവുകളുണ്ട്, സഹീഹായ ഹദീസുകളിലുണ്ട്. മുസ്ലിം ഉമ്മത്തിൻ്റെ ഏക അഭിപ്രായം ആ വിഷയത്തിലുണ്ട്.
വക്രതയില്ലാത്ത വളവും തിരിവുമില്ലാത്ത ശരിയായ ബുദ്ധിയുള്ളൊരു മനുഷ്യനാണെങ്കിൽ അവൻ മുഅ്മിനാവണം എന്നൊന്നുമില്ല. എന്നാൽ പോലും ആ മനുഷ്യൻ്റെ മനസ്സ് തേടിക്കൊണ്ടേയിരിക്കും, ഈ ലോകമല്ലാതെ മറ്റൊരു ജീവിതം വേണം, പുനർജീവനം വേണം, ഈ ലോകത്ത് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു കയ്യും കണക്കുണ്ടാവണം, ഇതിന് പകരം ചോദിക്കാനൊരു അവസരം ഉണ്ടാവണം എന്ന് ഒരു മനുഷ്യൻ്റെ ശരിയായ ബുദ്ധി ആവശ്യപ്പെടുന്ന കാര്യമാണ്. അത് നിഷേധിക്കാൻ കഴിയൂല. അതാണ് ബഅസിൻ്റെ കാര്യത്തിൽ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ബഅസിൽ നമ്മൾ വിശ്വസിക്കുന്നു. വജസാഇൽ അഅമാലി യൗമൽ ഖിയാമ, ഈ ലോകത്ത് വെച്ച് ആളുകൾ ചെയ്ത നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ആ പറയുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ ഖിയാമത്ത് നാളിൽ പ്രതിഫലമുണ്ടാകും. അതിൽ നമ്മൾ വിശ്വസിക്കുന്നു. വൽ അർളി വൽ ഹിസാബ്, ഈ ലോകത്തുള്ള സൃഷ്ടികളെ മുഴുവനും അള്ളാഹുവിൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടും. അഥവാ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൃഷ്ടികളുടെ ഇടയിൽ വിധി കൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങി വരുമ്പോൾ അണിയണിയായിട്ട് സൊഫുകളായിട്ട് ഈ സൃഷ്ടികളെ അവരെ പ്രദർശിപ്പിക്കപ്പെടും. ഒരാൾക്കും ഒളിഞ്ഞും മറഞ്ഞും നിൽക്കാൻ, മാറി നിൽക്കാൻ ആർക്കും സാധ്യമാവുകയില്ല. അവിടെ പ്രദർശിപ്പിക്കപ്പെടും. അതിൻ്റെ പുറമെ പിന്നെ അർള് എന്നതുകൊണ്ട് മറ്റ് ചില കാര്യങ്ങളും ഉദ്ദേശങ്ങളുമുണ്ട്. അത് ഇൻഷാ അള്ളാഹ് നമ്മൾ തുടർന്നു കൊണ്ടുള്ള സമയത്ത് പറയും, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട്. ഹിസാബ് എന്ന് പറഞ്ഞാൽ വിചാരണ, കയ്യും കണക്കും അവിടെ ചോദ്യം ചെയ്യലുണ്ടാകും. ഈ ലോകത്ത് ചെയ്ത സകല കാര്യങ്ങളെക്കുറിച്ചും വിചാരണ നടക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ രഹസ്യമായി വിചാരണ ചെയ്യും, ചില ആളുകളെ പരസ്യമായി എല്ലാ സൃഷ്ടികളുടെയും സന്നിധിയിൽ വെച്ച് എല്ലാവരും കേൾക്കത്തക്ക നിലക്ക് അവരെ വഷളാക്കിക്കൊണ്ട്, അവരെ പരിഹസിച്ചുകൊണ്ടുള്ള വിചാരണ അവിടെ നടക്കും. വൽ ഹിസാബ് വഖിറാഅത്തിൽ കിതാബ്, ഈ ലോകത്ത് വെച്ച് ആളുകൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ കൃത്യമായി കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞിരുന്നു, മലക്കുകൾ എഴുതി രേഖപ്പെടുത്തി വെച്ച ആ ഗ്രന്ഥങ്ങൾ ഇവർക്ക് നൽകിയിട്ട് അവരത് പാരായണം ചെയ്തു നോക്കും. മുഅ്മിനീങ്ങളാണെന്നുണ്ടെങ്കിലും കുഫാറുകളാണെങ്കിലും അവരത് പാരായണം ചെയ്യും. ഗ്രന്ഥങ്ങൾ അവർക്ക് ലഭിക്കും, അതവർ വായിച്ചു നോക്കും. അള്ളാഹുവിൻ്റെ നീതിയുടെ മേൽ അറിയിക്കുന്നതാണിത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെയും ആക്രമിക്കുകയില്ല, അനീതിയോടുകൂടെ പെരുമാറുകയില്ല. അവർ ചെയ്ത കാര്യങ്ങൾ മുഴുവനും എഴുതി രേഖപ്പെടുത്തി കിറാമുൻ കാത്തിബീൻ, കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞു, മാന്യരായ സത്യസന്ധരായ മലക്കുകൾ എഴുതി വെച്ച ആ ഗ്രന്ഥങ്ങൾ വായിക്കാൻ വേണ്ടി നൽകും. അവർ പാരായണം ചെയ്തു. വസ്സവാബി വൽ ഇഖാബ്, ജസാഉൽ അഅമാൽ നമ്മൾ പറഞ്ഞു, ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അത് തന്നെയാണ് അതിൻ്റെ വിശദീകരണം. പ്രതിഫലങ്ങൾ, നല്ല പ്രതിഫലങ്ങൾ. അതേപോലെ തന്നെ തെറ്റായ കാര്യങ്ങൾ ചെയ്തവരാണെങ്കിൽ അതിനനുസരിച്ചുള്ള ശിക്ഷകളുണ്ടാകും അവിടെ. നമ്മളതിൽ വിശ്വസിക്കുന്നവരാണ്. വസ്സിറാത്തി വൽ ജസാ വസ്സിറാത്തി വൽ മീസാൻ, നരകത്തിൻ്റെ മുകളിൽ കൂടെ നാട്ടപ്പെട്ട ഒരു പാലം കടന്നിട്ടേ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ഈ പറയുന്ന വിചാരണയും തൂക്കി നോക്കലുകളും ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തു നോക്കലും ഇതൊക്കെ കഴിഞ്ഞ് നേരെ സ്വർഗത്തിലേക്ക് ഓടിക്കയറാനൊന്നും ആർക്കും അനുവാദമുണ്ടാവുകയില്ല. നരകത്തിൻ്റെ മുകളിൽ കൂടെ നാട്ടപ്പെട്ട ഒരു പാലമുണ്ട്. ആ പാലം വിട്ടുകടന്നാലേ പിന്നീട് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്നു. ഇതിൻ്റെ മേലൊക്കെ അറിയിക്കുന്ന ആയത്തുകളും ഹദീത്തുകളും മുസ്ലിം ഉമ്മത്തിൻ്റെ ഏക അഭിപ്രായങ്ങളുമുണ്ട്. വഴിപയച്ച ചുരുക്കം ചില കക്ഷികൾ, മുഅ്തസിലകൾ പോലത്തെ ആളുകൾ, ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്ത ചില ആളുകൾ മാത്രമാണ് ഇതിൽപ്പെട്ട ചിലത് നിഷേധിച്ചവർ. മീസാൻ പോലത്തെ വസ്സിറാത്തി വൽ മീസാൻ, നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളെ തൂക്കി നോക്കും. അവിടെ തുലാസ് ഉണ്ടാകും. ആ തുലാസിന് 2 തട്ടുണ്ടാകും. ഒന്നിൽ നന്മയെയും ഒന്നിൽ തിന്മകളെയും വെച്ചുകൊണ്ട് തൂക്കി നോക്കും. അതേപോലെ തന്നെ ആ തുലാസിൽ ഈ പ്രവർത്തനങ്ങൾ ചെയ്ത വ്യക്തികളെ തൂക്കി നോക്കും. ഹദീസുകൾ വന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ ചെയ്ത നന്മയുടെ ഏടുകളെയും തിന്മയുടെ ഏടുകളെയും ആ തുലാസിൽ വെച്ച് തൂക്കി നോക്കും. ഇതൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ചിലത് പരിശുദ്ധ ഖുർആനിൽ കൂടെയും ഇത് വന്ന സംഭവങ്ങളാണ്. ഈ പറയുന്നത് വിശദമായി വന്നതാണ്. ഇതിലൊക്കെ നമ്മൾ അഹ്ലു സുന്നത്തി വൽ ജമാ വിശ്വസിക്കുന്നു എന്നുള്ളത്. ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് നമുക്കുള്ള ഫലം, ഗുണം എന്താണ് നമ്മൾ ഈ പറയുന്ന മറഞ്ഞ കാര്യങ്ങൾ, പരലോകത്തിലുള്ള ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് കൊണ്ട് നമുക്കുള്ള നേട്ടം എന്താണ്, ഗുണം എന്താണ്? ഷെയ്ഖ് അബ്ദുൽ ഖുസൈർ റഹ്മഹുള്ളാഹി അടുത്ത കാലത്ത് സൗദി അറേബ്യയിൽ മരണപ്പെട്ട മഹാനായ കിബാറുകളായ വലിയ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട അബ്ദുൽ ഖുസൈർ റഹിമഹുള്ള പറഞ്ഞ ചെറിയൊരു ഭാഗം, ഈ പറയുന്ന പരലോക ജീവിതത്തിനെ കുറിച്ച് ഒരാൾക്ക് വിശ്വാസമുണ്ടായാൽ ഈ ലോകത്തതിൻ്റെ ഗുണം എന്താണ് എന്ന് ഷെയ്ഖ് പറയുന്നത് ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കുകയാണ്.
പരലോക വിശ്വാസം ഒരാൾക്ക് ഉണ്ടാകുന്നത് കൊണ്ട് ആ മനുഷ്യനുള്ള ഏറ്റവും നല്ല കാര്യം അൽ അഖ്ദു ബി അസ്ബാബി ഹുസ്നിൽ ഖാത്തിമ, മരിച്ചു പോകുന്ന അവസാന ഘട്ടം നന്നാകാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ ഈ വ്യക്തി അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. അത് ഏത് നിമിഷം മരണപ്പെടാം. മരണപ്പെട്ട് കഴിഞ്ഞാൽ ഖബറിലും അതിൻ്റെ ശേഷം മഹ്ശറിലും ഈ പറയുന്ന ഘട്ടങ്ങളൊക്കെ എനിക്ക് കഴിഞ്ഞു കടക്കേണ്ടതുണ്ട്, ഞാൻ അഭിമുഖീകരിക്കേണ്ടതുണ്ട് എന്നുള്ള ബോധ്യം ഒരാളെ മനസ്സിൽ ശരിക്ക് തട്ടിയാൽ എപ്പോൾ മരിക്കുകയാണെങ്കിലും നല്ലൊരു വ്യക്തിയായിട്ട് ഈ ലോകത്തുനിന്ന് മരിക്കണം, അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കും. എപ്പോഴാണ് മരിക്കുക നമുക്കാർക്കും അറിയാം. അതിനുള്ള മാർഗങ്ങൾ എന്താണ് എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കും. മിൻ മുലാസമത്തി മാ യഫ്തഹുല്ലാഹു തആല മിൻ അബ്വാബിൽ അമലി സ്വാലിഹ, അവസാനം നന്നാകാൻ നമ്മൾ ചെയ്യേണ്ടതെന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്തു തരുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്തു തരുന്ന നമ്മുടെ കഴിവിൻ്റെ പരിധിയിലുള്ള നല്ല കാര്യങ്ങൾ എപ്പോൾ നോക്കിയാലും ഏത് മേഖലയിൽ നല്ലത് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ശ്രമം ഈ വ്യക്തി നടത്തിക്കൊണ്ടിരിക്കും. കാരണം എപ്പോഴും മരിക്കാം, അതിൻ്റെ ശേഷം എൻ്റെ പര്യവസാനം നല്ലതാവണമെന്ന് പറയും. ഫഇന്നഹു യുബഅസു കുല്ലു അബ്ദിൻ അലാ മാ മാത അലൈ, ഏതൊരു വ്യക്തിയും അവൻ മഹ്ശറയിൽ അവനെ പുനർജീവിപ്പിക്കപ്പെടുന്ന, യാത്രയാക്കപ്പെടുന്ന എങ്ങനെ മരിച്ചു ആ അവസ്ഥയിലാണ്. ഒരാൾ ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ധരിച്ച ഒരാളായിട്ടാണെങ്കിൽ അവൻ തെൽബിയത്ത് ചെല്ലുന്ന ആളായിട്ടാണ് മഹ്ശറയിൽ വരും. ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായ ഒരാളാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ശരീരത്തിൽ നിന്ന് ചുടുചോര കുത്തിയൊലിക്കുന്ന സുഗന്ധം, കസ്തൂരിയുടെ സുഗന്ധ പരിമളമുള്ള ആ രക്തം ഒലിച്ചവനായിട്ടാണ് പരലോകത്ത് വരും. ഒരാൾ ഇൽമിൻ്റെ സദസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മരണപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അതുപോലത്തെ മഹത്തായ ആ ആദരവോടുകൂടിയാണ് അവിടെ വരും. ഒരാൾ അള്ളാഹുവിൻ്റെ ദീന് ദഅവത്ത് നടത്തുന്ന ഒരു സമയത്താണ് മരണപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ അങ്ങനെയാണ് മഹ്ശറയിൽ വരും. ഒരാൾ നിസ്കാരത്തിൻ്റെ സ്വഫിലാണെങ്കിൽ, നിസ്കാരത്തിലാണ്, സുജൂദിലാണെങ്കിൽ, ദാനധർമ്മം ചെയ്യുന്ന ഒരു അവസരത്തിലാണെങ്കിൽ, ഖുർആൻ പാരായണം ചെയ്യുന്ന സമയം, ഏത് അവസ്ഥയിൽ മരണപ്പെട്ടോ ആ നിലക്കാണ് അവനെ മഹ്ശറയിൽ യാത്രയാക്കപ്പെടുക. സഹിഹായ ഹദീസുകളിൽ വന്നത് അത് അവൻ ചെയ്യും. അതിൻ്റെ പുറമെ വദ്ദുആഇ ബിഹുസ്നിൽ ഖാത്തിമ, എൻ്റെ അവസാനം നന്നായി കിട്ടണം അല്ലാഹുവേ, അതിന് നിരന്തരം അവൻ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കും. നല്ലൊരു പര്യവസാനം എനിക്കുണ്ടാവണം, എന്നാലേ ഖബറിലും മഹ്ശറിലും എനിക്ക് നല്ലൊരു അവസ്ഥ, അനുഭവം എനിക്ക് ലഭിക്കുകയുള്ളൂ. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ, മുസ്ലിമായിട്ട് മരിപ്പിക്കണം, സാലിഹീങ്ങളുടെ കൂട്ടത്തിലേക്ക് നീ എന്നെ ചേർക്കുകയും വേണം, ഈ ലോകത്തും പരലോകത്തും. ഇവിടെ സാലിഹീങ്ങളുടെ കൂട്ടത്തിലായി ജീവിച്ചവനാണെങ്കിലേ മഹ്ശറയിൽ വരുന്ന സമയത്ത് സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അവനെ യാത്രയാക്കപ്പെടുകയുള്ളൂ. അതിനുള്ള ശ്രമങ്ങൾ നടത്തും, ദുആകൾ ഉണ്ടാകും. വൽ ഹദരി മിനൽ ളുൽമി വൽ മുഖാലഫാത്ത്, അള്ളാഹുവിനോട് അക്രമം കാണിക്കൂല, ശിർക്കും റിയാഉം പോലത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമയോട് ദുൽമ കാണിക്കൂല, ബിദ്അത്തും ഖുറാഫാത്തും ചെയ്തുകൊണ്ട്. മറ്റുള്ള ജീവജാലങ്ങളോട്, മനുഷ്യരും മറ്റുള്ള ഒരു വസ്തുക്കളോടും ഒരു ദുൽമും അനീതിയും അക്രമം കാണിക്കൂല. ഇന്നല്ലാഹ യർഹമു മിൻ ഇബാദിഹി അർറുഹമാ, ദുൽമ ചെയ്യുന്ന ആളുകളോടല്ല, റഹ്മത്ത്, കാരുണ്യം, ദയ ഉള്ള ആളുകളോടാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടാകുക. അപ്പം അത് ചെയ്യും. മുഖാലഫാത്ത് എന്ന് പറഞ്ഞാൽ ദീനുൽ ഇസ്ലാമിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യൂല. ഇങ്ങനത്തെ ഖശിയത അൻ യമൂത അലാ ഖസ്ലത്തിൻ മിൻഹാ, എന്തെങ്കിലും ഒരു തെറ്റായ ദീനിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയേറ്റം മരിക്കോ എന്നുള്ള പേടിണ്ടായതുകൊണ്ട്, അങ്ങനെ മരണപ്പെട്ടാൽ ഖബറിലും മഹ്ശറിലും പ്രയാസം ഉണ്ടാകുമെന്ന് പേടിച്ചുകൊണ്ട് അത് ചെയ്യാൻ പോകൂല. ഹദറം മിൻ തഹഖുഖി ഖൗലില്ലാഹി തആല ഇന്നല്ലദീന തവഫാഹുമുൽ മലായികതു ളാലിമി അൻഫുസിഹിം ഖാലൂ ഫീമ കുൻതും ഖാലൂ കുന്നാ മുസ്തദഅഫീന ഫിൽ അർദ്. ചില ആളുകൾ തെറ്റുകളും പാപങ്ങളും ദുൽമകളും ചെയ്തുകൊണ്ട് നിൽക്കുന്ന അവസ്ഥയിൽ മരണപ്പെടുമ്പോൾ മലക്കുകൾ ചോദിക്കും, എന്ത് പണിയായിരുന്നു നിങ്ങൾ ചെയ്തിരുന്നത്, നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾ ബലഹീനരായിരുന്നു, ഞങ്ങൾ അങ്ങനെയായിരുന്നു, ഞങ്ങൾക്ക് വിവരമില്ലാത്തവരായിരുന്നു എന്ന് പറയുമ്പോൾ ഖാലൂ അലം തകുൻ അർളുല്ലാഹി വാസിഅത്തൻ ഫതുഹാജിറൂ ഫിഹാ എന്നുള്ള ആയത്ത് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നന്മ ചെയ്തുകൂടായിരുന്നോ, അതിന് പറ്റുന്ന സാഹചര്യങ്ങളില്ലായിരുന്നു, നാടില്ലായിരുന്നു, കൂട്ടുകാരില്ലായിരുന്നു എന്ന് പറയുന്ന മലക്കുകളിൽ നിന്നുള്ള അവരെ ആക്ഷേപിച്ചുകൊണ്ടുള്ള വാക്കുകൾ. അപ്പോൾ ചുരുക്കത്തിൽ പരലോക വിശ്വാസം ഉണ്ടാകുമ്പോൾ ആളുകൾ ഈ ലോകത്ത് അവരുടെ ജീവിതത്തിന് അടുക്കും ചിട്ടയും ശ്രദ്ധയും സൂക്ഷ്മതയും അവർക്കുണ്ടാകും. അങ്ങനെ രക്ഷപ്പെടാൻ കഴിയും. അതാണ് ഈ വിശ്വാസങ്ങൾ, ഇത് പഠിക്കുന്നത് കൊണ്ട്, ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഫലം അതാണ്. കഴിവിൻ്റെ പരമാവധി നമ്മുടെ ജീവിതം നന്നാക്കും. കൃത്യമായ ബോധത്തോടുകൂടെ നമ്മൾ മുന്നോട്ട് പോകും. ബഅ്സ് എന്ന് പറഞ്ഞാൽ ഇഹ്യാഉല്ലാഹി തആല അൽ മൗത, മരണപ്പെട്ടു പോയ ആളുകളെ വീണ്ടും ജീവിപ്പിക്കുക.
വഔദത്തിൽ അർവാഹി ഇലൽ അജ്സാദി ബഅദ നഫ്ഖത്തിൽ ഖിയാം. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖിയാമത്ത് നാളിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അനുവാദം കൊടുക്കുന്ന സമയത്ത് ആദ്യം സൂർ എന്ന് പറയുന്ന ആ കാഹളത്തിൽ അദ്ദേഹം ഊതും. ഈ ലോകത്തുള്ളത് മുഴുവനും നശിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവൻ ഉദ്ദേശിച്ചത് മൊഴിച്ചു. അങ്ങനെ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞതിൻ്റെ ശേഷം എത്രയാണ് എന്നുള്ളത് പല റിപ്പോർട്ടുകൾ ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഏതാണെങ്കിലും കുറച്ച് വർഷങ്ങളുടെ ശേഷം രണ്ടാമത് അതിൽ ഊതാൻ വേണ്ടി അദ്ദേഹത്തിനോട് കൽപ്പിക്കപ്പെടുമ്പോൾ ആ സൂർ എന്ന് പറയുന്ന കാലത്തിൽ അദ്ദേഹം ഊതുമ്പോൾ ആളുകൾ മുഴുവനും അവരുടെ ശരീരങ്ങൾ ഏത് നിലക്കാണെങ്കിലും അത് മുഴുവനും ഒരുമിച്ച് കൂടുകയും സൂർ എന്ന് പറയുന്ന കാലത്തിൽ നിന്ന് ഓരോ ശരീരങ്ങളിലേക്കും അതിൻ്റെ റൂഹുകൾ അത് വന്ന് അത് പ്രവേശിച്ചതിന് ശേഷം അവർ മുഴുവനും പൂർണ്ണ ജീവനുള്ള ആളുകളായി ഖിയാമത്ത് നാളിൽ മഹ്ശറയിലേക്ക് യാത്രയാകാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്യും. ഇതാണ് ബഅ്ത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് ഈ പറയുന്ന സൂറിൽ ഊതുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനെ ഏൽപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, കൈഫ അൻഅമു, എങ്ങനെ ഈ ദുന്യാവിൽ എനിക്ക് സുഖിച്ച് സമാധാനത്തോടെ കഴിഞ്ഞുകൂടാൻ കഴിയുക. വസ്വാഹിബു സൂരി ഖദിൽ തഖമഹു, സൂർ എന്ന് പറയുന്ന ആ കാഹളം ഊതാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം അത് വായിൽ വെച്ച് വിഴുങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ അത് ഊതാൻ തയ്യാറായിട്ട് അദ്ദേഹത്തിൻ്റെ വായിൽ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. വഹന ജബ്ഹതഹു, അദ്ദേഹത്തിൻ്റെ നെറ്റി ചുളിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന എപ്പോഴാണ് വരിക, ഏത് സമയത്താണ് ഊതാൻ വേണ്ടി കൽപ്പിക്കപ്പെടുക, അതിനു വേണ്ടിയിട്ട് ജാഗ്രതയോടെ കൂടെ കഴിച്ചുകൂട്ടുകയാണ്. ഈ ഒരവസ്ഥയിൽ എനിക്ക് എങ്ങനെ ഇവിടെ സമാധാനത്തോടെ സുഖിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുക എന്ന് ചോദിച്ചു. ഇതാണ് ആ മലക്കിൻ്റെ സ്ഥിതി, ഇതാണ് ആ മഹാനായ മലക്കിൻ്റെ അവസ്ഥ. ഇതാണ് അദ്ദേഹം അതിൽ രണ്ടാമത്തെ പ്രാവശ്യം ഊതുന്ന സമയത്ത് ഫയഖൂമുന്നാസു മിൻ ഖുബൂരിഹിം ലിറബ്ബിൽ ആലമീൻ, അള്ളാഹുവിലേക്ക് യാത്രയാകാൻ വേണ്ടി മഹ്ശറ ഭൂമിയിൽ ഒരുമിച്ച് കൂടാൻ വേണ്ടി. ഷാം എന്ന് പറയുന്ന ആ പ്രദേശമാണ് അർളുൽ മഹ്ശർ എന്ന് പറയുന്ന സഹിഹായ ഹദീസുകളിൽ വന്നത് കാണാം. ഷാം എന്ന് പറയുന്ന ഇന്ന് സിറിയ, ലബനാൻ, ഫലസ്തീൻ പോലത്തെ ഈ പ്രദേശങ്ങളൊക്കെ ഒരുമിച്ച് കൂടി അതിനാണ് ഷാം എന്ന് പറയും. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത്ത്, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയുടെ ഈ ഘടനയെ ഇന്ന് നമ്മൾ കാണുന്നതല്ലാത്ത മറ്റൊരു രൂപത്തിൽ മാറ്റിമറിക്കും. അങ്ങനെ അതാണ് യഥാർത്ഥത്തിൽ മഹ്ശർ എന്ന് പറയുന്ന ഭൂമി, അതാണ് ഷാം എന്ന് പറയുന്ന പ്രദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന സൃഷ്ടികൾക്ക് മുഴുവൻ ഒരുമിച്ച് കൂടാൻ പറ്റുന്ന നിലക്ക് ഭൂമിയെ അവൻ മാറ്റിമറിക്കും. അങ്ങനെ ആ പറയുന്ന സ്ഥലത്ത് ആളുകൾ ഒരുമിച്ച് കൂടാൻ വേണ്ടി ഖബറുകളിൽ നിന്ന് എണീറ്റ് പോവുക ചെയ്യുക. അവിടെ ഒരുമിച്ച് കൂടാൻ വേണ്ടി പോകുന്ന ആളുകളുടെ അവസ്ഥ ഹദീസുകളിൽ നിന്ന് ഹുഫാത്തൻ ബിലാ നിആൽ, കാലിൽ ചെരുപ്പില്ലാത്തവരായിട്ട്, ഉറാത്തൻ ബിലാ സിയാർ, വസ്ത്രം ധരിക്കാത്ത നഗ്ധരായിട്ട്, ഉർലൻ ബിലാ ഖിതാൻ, സുന്നത്ത് കഴിക്കപ്പെടാത്തവരായിട്ട്, മാർഗം കഴിക്കപ്പെടാത്തവരായ അവസ്ഥയിൽ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച സമയത്ത് അവരുടെ അവസ്ഥ രൂപം എങ്ങനെയാണോ ആ രൂപത്തിൽ സ്ത്രീകളും പുരുഷന്മാരും. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, സ്ത്രീകളും പുരുഷന്മാരും ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂലേ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി, യാ ആയിഷ അൽ അംറു അശദ്ദു മിൻ ദാലിക്, കാര്യം അതിലേറെ ഗൗരവമായിരിക്കും. മഹ്ശർ എന്ന് പറയുന്ന ആ ഒരു അനുഭവം, ആ സംഭവം കാര്യം നമ്മൾ വിചാരിക്കുന്നതിലേറെ ഗൗരവമാണ്. ആളുകളുടെ ചിന്ത അങ്ങോട്ട് പോകൂല. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബത്തിഹി വ ബനി, ഒരു മനുഷ്യൻ തൻ്റെ സഹോദരനെ കാണുന്ന സമയത്ത് അവൻ എന്തെങ്കിലും കൊടുക്കേണ്ടി വരുമോ, എന്തെങ്കിലും ഹക്ക് ചോദിക്കുമോ എന്ന് കരുതി ഓടുന്ന ദിവസമാണത്. അതേപോലെ തന്നെ മാതാവിൻ്റെയും പിതാവിൻ്റെയും അടുത്ത് നിന്ന് ഓടി അകലുന്ന ദിവസമാണ്. അവർക്കുള്ള ഹക്കുകൾ, അവകാശങ്ങൾ ഞാൻ കൊടുക്കേണ്ടി എന്തെങ്കിലും കൊടുക്കാതെ വീഴ്ച പറ്റിയിട്ടുണ്ടോ, അത് ഇവിടുന്ന് കണക്ക് പറയേണ്ടി വരുമോ, തീർക്കേണ്ടി വരും. വസാഹിബത്തിഹി വ ബനി, ഭാര്യയുടെ അടുത്ത് നിന്ന്, മക്കളടുത്ത് നിന്ന് ഓടി രക്ഷപ്പെടുന്ന, അവർക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടതുണ്ടാകുമോ, എന്നെ പിടികൂടോ, എൻ്റെ സൽക്കർമ്മങ്ങൾ എന്തെങ്കിലും അവർക്ക് കൊടുക്കേണ്ടി വരും. അന്ന് കാശും പണമൊന്നും ഉണ്ടാകൂല. ഇങ്ങനത്തെ ദിവസമാണിത്. ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നി, ഓരോ മനുഷ്യനെയും അവൻ അലട്ടുന്ന, അവന് പേടിപ്പെടുത്തുന്ന, അവനെ ഉത്കണ്ഠയിൽപ്പെടുത്തുന്ന അതിഭയങ്കരമായ അവസ്ഥയായിരിക്കും അന്നുണ്ടാകുക. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസത്തിനെ കുറിച്ച് പല രൂപങ്ങളിൽ കൂടെ സൃഷ്ടികളായ നമ്മൾ ഉത്ബുദ്ധരാവാൻ, ശ്രദ്ധിക്കാൻ, തയ്യാറെടുക്കാൻ വേണ്ടി പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് സകല പ്രവാചകന്മാരും ഈ പറയുന്ന ബഅ്ത്ത് എന്ന് പറയുന്ന ഈ പുനർജീവനത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവരുടെ ഉമ്മത്തുകളെ കൃത്യമായി അത് പറഞ്ഞ് അറിയിച്ചതാണ്. ഇമാം സഫാരീനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇഅ്ലം, മനുഷ്യ നീ അറിയണം,
അന്നഹു യജിബുൽ ജസ്മു ശറഅൻ അന്നല്ലാഹ തആല യബ്അഥു ജമീഅൽ ഇബാദ്, സകല സൃഷ്ടികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പുനർജീവിപ്പിക്കും. ഈ പറയുന്ന ശരീര ഘടനകളൊക്കെ നശിച്ചതിൻ്റെ ശേഷം വീണ്ടും ജീവിപ്പിക്കും. അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. വയുഈദുഹും ബഅദ ഈജാദിഹിം ബിജമീഇ അജ്സാഇഹിം അൽ അസ്ലിയ, ഒരു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അള്ളാഹുവിന് നൽകിയ ഏതൊക്കെ രൂപഘടനകളാണോ അത് പൂർണ്ണമായ അവയവങ്ങൾ നൽകിക്കൊണ്ട് തന്നെ ശരീരത്തിലുണ്ടാകും, അവൻ്റെ റൂഹും ഉണ്ടാകും. അത് പൂർണ്ണമായിട്ട് അത് ഒരുമിച്ച് കൂടും. ഇത് പരിശുദ്ധ ഖുർആനിലും സുന്നത്ത് കൊണ്ടും അതേപോലെ തന്നെ ഈ ഉമ്മത്തിലുള്ള മുൻഗാമികളായ സലഫുകളായ ഇമ്മത്തുകളുടെ ഏക അഭിപ്രായത്തോടുകൂടി സ്ഥിരപ്പെട്ട കാര്യമാണ്. അല്ലാമ ശൈഖ് ഉത്തൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൽ ഈമാനു ബിൽ ബഅത്ത്, പുനർജീവനത്തിലുള്ള വിശ്വാസം. വഹുവ ഇഹ്യാഉൽ മൗതാ ഹീന യുൻഫഖു ഫിസ്സൂരി അന്നഫഖത്തു ത്സാനിയ, രണ്ടാമത്തെ ഊത്ത് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഊതുമ്പോൾ ഈ പറയുന്ന മരിച്ചുപോയ ആളുകളെ മുഴുവൻ ജീവിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ അള്ളാഹുവിൻ്റെ വിചാരണയിലേക്ക് തയ്യാറായിക്കൊണ്ട് ആളുകൾ മഹ്ശറിലേക്ക് പോകും. കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദ്, എങ്ങനെ നാം നിങ്ങളെ ആദ്യം സൃഷ്ടിച്ചു അതേപോലെ തന്നെ നിങ്ങളുടെ ഈ ശരീരഘടന മുഴുവനും നശിച്ചതിൻ്റെ ശേഷം വീണ്ടും നമ്മൾ മടക്കി കൊണ്ടുവരും ചെയ്യും. വഅദൻ അലൈനാ ഇന്നാ കുന്നാ ഫാഇലീൻ, ഇത് നമ്മൾ പറയുന്ന ഒരു സത്യമായ വാഗ്ദാനമാണ്. അത് നാം നിർവഹിക്കുക തന്നെ ചെയ്യും. അത് നാം നിർവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല ആയത്തുകളിൽ കൂടെ പല രൂപത്തിൽ ഇത് വിശദീകരിച്ചത് കാണാൻ കഴിയും. ബഅത്തിനെ നിഷേധിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സത്യനിഷേധമാണ്. പുനർജീവനം ഇല്ല എന്നൊരാൾ പറഞ്ഞാൽ അവൻ കാഫിറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ധാരാളം ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞു. ഒരായത്തിൽ അല്ലാഹു ഒരിക്കൽ പറഞ്ഞു സൂറത്തുർ റഅദിൽ, വഇൻ തഅജബ് ഫഅജബുൻ ഖൗലുഹും, നിങ്ങൾക്ക് അത്ഭുതമാണെങ്കിൽ പ്രവാചകരെ, അതിലേറെ പുതുമയുള്ള സത്യനിഷേധികൾ പറയുന്നൊരു വാക്കുണ്ട്. അവർ പറയുന്നു, ഇദാ കുന്നാ തുറാബൻ അഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്, ഞങ്ങളൊക്കെ ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പിരിഞ്ഞ് മണ്ണായി പൊടിഞ്ഞ് നാമാവശേഷമായി പോയതിൻ്റെ ശേഷം പിന്നെ പുതിയ ഒരു സൃഷ്ടികളായിട്ട് ഈ ലോകത്തേക്ക് വരെ, ഞങ്ങളെ പുതിയതായിട്ട് പിന്നീട് പടച്ചു കൊണ്ടുവരെ, ഇങ്ങനുണ്ടോ? ഉലായിക എന്ന് പറഞ്ഞ സത്യനിഷേധികളുടെ ആ വാക്ക് വല്ലാത്ത പുതുമുള്ള കാര്യമാണത്. അത് വലിയൊരു കാര്യപ്പെട്ട വാക്കായിട്ടല്ല അള്ളാഹു പറഞ്ഞു, അതാണ് പുതുമ. അള്ളാഹു പറയുന്നു, ഉലായികല്ലദീന കഫറൂ ബി റബ്ബിഹിം, ഈ പറയുന്ന ബഅത്തിനെ നിഷേധിച്ചുകൊണ്ട് പറയുന്ന ഇവർ സത്യനിഷേധികളാണ്. വഉലായികൽ അഗ്ലാലു ഫീ അഅനാഖിഹിം, കുടുക്കുള്ള ചങ്ങലകൾ, കഴുത്ത് കുടുങ്ങുന്ന നിലക്കുള്ള ചങ്ങലകൾ അവരുടെ കഴുത്തുകളിലുണ്ടാകും. വഉലായിക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ, അവർ സത്യനിഷേധികളാണ്, അവരതിൽ കാലാകാലം ചെന്ന് താമസിക്കുകയും ചെയ്യേണ്ടി വരും. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികളായ ഇവരുടെ വാദങ്ങളെക്കുറിച്ച് പറഞ്ഞു, വഖാലു അഇദാ വലൽനാ ഫിൽ അർളി അഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്, നമ്മളൊക്കെ ഭൂമിയിൽ നാമാവശേഷമായി പോയി കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ പുതിയ സൃഷ്ടികളായി വരും എന്ന് പറയുന്ന ഈ മുഹമ്മദ്, അള്ളാഹു പറയുന്നു ബൽഹും ബിലിഖാഇ റബ്ബിഹിം കാഫിറൂൻ, ഈ പറയുന്ന വാദങ്ങളോടുകൂടെ ഇവർ സത്യനിഷേധികളായി പോവുകയാണ് ചെയ്യുന്നത്. അവർ കുഫറിലാണ്. ആര് ഈ പറയുന്നത് നിഷേധിക്കുന്നുണ്ടെങ്കിലും അവർ കാഫിറാണ്. പുനർജീവനം ഉണ്ട് എന്നുള്ള കാര്യം അത് വളരെ വ്യക്തമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സത്യം ചെയ്തതുണ്ട് എന്ന് പറഞ്ഞ് സമർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ ആയത്തുകൾ. ആളുകളോട് സത്യം ചെയ്ത് പറഞ്ഞോളി അങ്ങനെ സംഭവമുണ്ട് എന്നുള്ളത്. അള്ളാഹു പറഞ്ഞു, വഖാലല്ലദീന കഫറൂ ലാ തഅതീന സ്സാഅ, സത്യനിഷേധികൾ പറഞ്ഞു ഖിയാമത്ത് നാളും പുനർജീവനും ഇതൊന്നും നമുക്ക് വരൂല. ഖുൽ നബിയെ പറയൂ, ബലാ വറബ്ബി, ബലാ അതേ വരും, എൻ്റെ റബ്ബ് തന്നെയാണ് സത്യം. ലതഅതിയന്നകും ആലിമിൽ ഗൈബ്, എല്ലാവിധ മറഞ്ഞ കാര്യങ്ങളും അറിയുന്ന അള്ളാഹു അത് നിങ്ങൾക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഖിയാമത്ത് നാളിന് പുനർജീവനം അത് നിങ്ങൾക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സഅമല്ലദീന കഫറു അല്ലൻ യുബ്അഥു, സത്യനിഷേധികൾ പറഞ്ഞു അവരെ പുനർജീവിപ്പിക്കപ്പെടുകയില്ല, മരണത്തിൻ്റെ ശേഷം പുതിയൊരു ജീവിതമല്ല എന്ന് പറഞ്ഞു. ഖുൽ പ്രവാചകരെ പറയൂ, ബലാ വറബ്ബി, അതേ എൻ്റെ റബ്ബ് തന്നെയാണ് സത്യം. ലതുബഅസുന്ന സുമ്മ ലതുനബ്ബഉന്ന ബിമാ അമിൽതും, നിങ്ങളെ പുനർജീവിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. സുമ്മ ലതുനബ്ബഉന്ന ബിമാ അമിൽതും, ഈ ലോകത്ത് വെച്ച് നിങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പിന്നെ നിങ്ങളോട് വ്യക്തമായി വിവരം നൽകപ്പെടുക തന്നെ ചെയ്യും. വദാലിക അലല്ലാഹി യസീർ, അള്ളാഹുവിനെ സംബന്ധിച്ചത് വളരെ ലളിതമായ കാര്യമാണ്. സത്യനിഷേധികൾക്ക് അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൽ, അള്ളാഹുവിൻ്റെ ഇൽമിൽ അതിലവർക്ക് സംശയം ഉണ്ടായതുകൊണ്ടാണ് ഇതൊന്നും നടക്കൂല, ഇതൊന്നും കഴിയൂല. ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന്, ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഇത്ര അത്ഭുതകരമായ ജീവിയെ, മനുഷ്യനെ സൃഷ്ടിച്ച് ഈ ലോകത്ത് കൊണ്ടുവന്ന അള്ളാഹുവിനെ സംബന്ധിച്ച്
രണ്ടാമതൊന്ന് അതിനെ കൊണ്ടുവരിക എന്ന് പറയുന്ന കാര്യം യാതൊരു പുതുമയും യാതൊരു പ്രയാസവും ഉള്ള കാര്യം അല്ല തന്നെ. മറ്റു ചില ആയത്തുകൾ അള്ളാഹു പറഞ്ഞു, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ. ഭൂമിയിൽ നിന്നാണ് നാം നിങ്ങളെ സൃഷ്ടിച്ചത്, മണ്ണിൽ നിന്നാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്. ഇന്ന് ആ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരുടെ ഘടന മറ്റൊന്നാണ്. അള്ളാഹു അതിന് കഴിവുള്ളവൻ. വഫീഹാ നുഈദുകും, ആ ഭൂമിയിലേക്ക് തന്നെ നാം നിങ്ങളെ മടക്കും ചെയ്യും. മരണപ്പെട്ടതിൻ്റെ ശേഷം ഖബറുകളിലാണെങ്കിലും മറ്റ് സ്ഥലങ്ങളിലാണെങ്കിലും. അതിൻ്റെ ശേഷം വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ, മറ്റൊരു പ്രാവശ്യം ആ ഭൂമിയിൽ നിന്ന് നമ്മൾ വീണ്ടും നിങ്ങളെ പുറപ്പെടുവിക്കും, വീണ്ടും സൃഷ്ടിച്ചുകൊണ്ട് പുനർജീവിപ്പിക്കും. ഇങ്ങനെ ധാരാളം ആയത്തുകളിൽ കൂടെ പല രൂപങ്ങളിൽ കൂടെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന ബഅസിനെ കുറിച്ച് പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. സ്വഹീഹായ ഹദീസുകളിൽ ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മനുഷ്യരൂപത്തിൽ വന്നുകൊണ്ട് പറഞ്ഞ ഹദീസ് ജിബ്രീലിൽ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ആ ഭാഗത്ത് പറഞ്ഞു, അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വൽ ജന്നത്തി വന്നാരി വൽ ബഅസി ബഅദൽ മൗത്ത് വൽ ഖദരി കുല്ലിഹി. സ്വർഗത്തിൽ അല്ലാഹുവിൽ വിശ്വസിക്കണം, മലക്കുകളിൽ വിശ്വസിക്കണം, സ്വർഗനരകത്തിൽ വിശ്വസിക്കണം. വൽ ബഅസി ബഅദൽ മൗത്ത്, മരണത്തിൻ്റെ ശേഷം വിചാരണയുണ്ട്, അതിൽ വിശ്വസിക്കണം. ഈ പറയുന്ന ഹദീസിൽ മറ്റൊരു ഹദീസിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അല്ലാഹു ഒരിക്കൽ പറഞ്ഞു, കദ്ദബനി ബനു ആദം വലം യകുൽ ലഹു ദാലിക്, മനുഷ്യൻ എന്നെ കളവാക്കി, ഒരിക്കലും അവൻ ചെയ്യാൻ പാടില്ലായിരുന്നു. അള്ളാഹുവിന് ഒരിക്കലും കളവാക്കാൻ പാടില്ല. അള്ളാഹു അസ്ദഖുൽ ഖായിലീനാണ്, പറയുന്ന വളരെ സത്യസന്ധനായിട്ട് പറയുന്നവനാണ്. കളവ് അള്ളാഹു പറയൂല, പക്ഷേ മനുഷ്യൻ എന്നെ കളവാക്കി. വശതമനി, മനുഷ്യൻ എന്നെ ചീത്ത വിളിച്ചു. വലം യകുൽ ലഹു ദാലിക്, ഒരിക്കലും അവനെ ചെയ്യാൻ പാടില്ലാത്ത പണിയാണ്. അള്ളാഹു ഹലീമാണ്, അങ്ങേ അറ്റത്തെ ക്ഷമയുള്ളവൻ, ശിക്ഷിക്കാൻ കഴിവുള്ളതിനോടുകൂടെ ക്ഷമിക്കുന്നതിനാണ് ഹിൽമ് എന്ന് പറയും. അള്ളാഹു ആ പറയുന്ന മഹത്തായ വിശേഷണത്തിൻ്റെ ഉടമയാണ്. സൃഷ്ടികൾ ഏത് നിമിഷം അള്ളാഹു തആലക്ക് എന്തും ചെയ്യാൻ കഴിയും, ശിക്ഷിക്കാൻ കഴിയും. അതോടുകൂടെ ഈ പറയുന്ന വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ ലോകത്ത് മനുഷ്യർ ജീവിച്ചിട്ട് പോലും അവർക്ക് അയച്ചിട്ട് കൊടുക്കുക, അവർക്ക് അനുഗ്രഹങ്ങൾ ചെയ്യുക. അള്ളാഹുവിൻ്റെ ഹിൽമ് എന്ന് പറയുന്ന ആ വിശേഷണം കാരണം മനുഷ്യൻ എന്നെ ചീത്ത വിളിച്ചു, ഒരിക്കലും അവനത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഫഅമ്മാ തക്ദീബുഹു ഇയ്യായ, മനുഷ്യൻ എന്നെ കളവാക്കി എന്ന് പറയാൻ കാരണം ഫഖൗലുഹു ലൻ യുഈദനി കമാ ബദഅനി, മനുഷ്യൻ പറയാണ് തുടക്കത്തിൽ അള്ളാഹ് സൃഷ്ടിച്ചു എന്നുണ്ടെങ്കിൽ പോലും ഇനി ഈ നശിച്ചു പോയ ശരീരത്തിന് ഈ റൂഹിനെയും കൂടി ഒരുമിച്ച് കൂട്ടി പുനർജീവിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞ മനുഷ്യർ, അത് അള്ളാഹുവിനെ കളവാക്കലാണ്. അള്ളാഹു പുനർജീവിപ്പിക്കും, അവനതിന് കഴിവുള്ളവനാണ്. വലൈസ അവ്വലുൽ ഖൽഖി ബിഅഹ്വന അലയ്യ മിൻ ഇആദതിഹി, ആദ്യം ഈ മനുഷ്യനെ ഇങ്ങനെ സൃഷ്ടിച്ചില്ലേ, ഒരു ഉപമയുമില്ലാതെ, ഒരു മോഡലും ആരും കാണിച്ചു കൊടുക്കാതെ, ഒന്നുമില്ലാത്തതിൽ നിന്ന് മണ്ണിൽ നിന്ന് ഈ മനുഷ്യനെ സൃഷ്ടിച്ച് ഇന്ന് ഇത്ര അത്ഭുതകരമായ ഒരു വ്യക്തിയായി ഈ ലോകത്തും ജീവിക്കണില്ലേ. തുടക്കത്തിൽ ഇങ്ങനെ ചെയ്ത എന്നെ സംബന്ധിച്ച് രണ്ടാമതൊന്ന് വീണ്ടും അവനെ കൊണ്ടുവരിക എന്നുള്ളത് വളരെ ലളിതമായ കാര്യമാണ്. അതല്ലാതെ മുമ്പ് ചെയ്തതിലേറെ പ്രയാസമുള്ള കാര്യമല്ല, വളരെ എളുപ്പമുള്ളതാണ്. പിന്നെ മനുഷ്യൻ എന്നെ ചീത്ത വിളിച്ചു എന്ന് പറയാൻ കാരണം ഇത്തഖദല്ലാഹു വലദൻ എന്ന് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കളുണ്ട് അള്ളാഹുവിന്. സത്യനിഷേധികളായ കുഫാറുകൾ, പ്രത്യേകിച്ച് വലാലത്തിൻ്റെ ഈ നസാറാക്കൾ എന്ന് പറയുന്ന ആളുകൾ, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്നുല്ലാഹ്, അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷിക്കാൻ നിൽക്കുകയാണ്. മുസ്ലിമീങ്ങളായ ചില ആളുകൾ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞോ, അതല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും താല്പര്യങ്ങൾ പറഞ്ഞുകൊണ്ടോ, അതല്ലെങ്കിൽ അന്ധമായ അനുകരണോ, കുഫാറുകൾ എന്ത് ചെയ്തു എന്നുണ്ടെങ്കിലും അവർ ചെയ്യുന്നത് പോലെ ചെയ്യാന്നുള്ള അന്ധമായ അനുകരണത്തിൻ്റെ ഭാഗത്തിൽ കൂടെ അവരുടെ ആഘോഷങ്ങളിൽ ഭാഗവാക്കാകുന്ന, അവരുടെ ചിഹ്നങ്ങളും അവരുടെ മറ്റുള്ള കാര്യങ്ങളും അവർ കൊണ്ടുവന്ന് തൂക്കുന്ന, അത് ചെയ്യുന്ന തെറ്റായ, ഒരിക്കലും പാടില്ലാത്ത, അള്ളാഹുവിനെ ചീത്ത വിളിക്കുന്ന, അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറയുന്ന ഈ സത്യനിഷേധികളുടെ കൂടെ കൂടാൻ ഒരിക്കലും പാടില്ല. അള്ളാഹു പറയുന്നത് കേട്ടു നോക്കി, മനുഷ്യൻ എന്നെ ചീത്ത വിളിച്ചു എന്ന്, അള്ളാഹുവിനെ ചീത്ത പറഞ്ഞു. നിസ്സാര കാര്യമല്ലത്. എനിക്ക് മക്കളുണ്ട് എന്ന് വാദിച്ചു. ആ പറയുന്നവരുടെ കൂടെ അവരുടെ ആഘോഷത്തിലോ അവരുടെ ആശംസകളിലോ അവരുടെ മറ്റുള്ള കാര്യങ്ങളിൽ ഒരിക്കലും ഭാഗവാക്കാകാൻ പാടില്ല തന്നെ. അള്ളാഹുവിനെ ചീത്ത വിളിക്കുന്ന ആ സത്യനിഷേധികളുടെ കൂടെ കൂടരുത്. ഇത്തഖദല്ലാഹു വലദൻ വ അനൽ അഹദ്, അള്ളാഹു സുബ്ഹാനഹു ഞാൻ ഏകനാണ്. അസ്വമദ്, മറ്റുള്ള സൃഷ്ടികൾ മുഴുവനും എന്നെയാണ് ആശ്രയിക്കുന്നത്, അള്ളാഹുവിന് മറ്റുള്ളവരിലേക്ക് യാതൊരു ആശ്രയമില്ല. ലം അലിദ് വലം ഊലദ്, ഞാൻ മക്കളെ, സന്താനങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, മാതാവോ പിതാവോ ആയിട്ടില്ല.
എന്നെ ആരും ഉണ്ടാക്കിയിട്ടുമില്ല, എനിക്ക് മാതാവോ പിതാവോ ഇല്ല. വലം യകുല്ലി കുഫുവൻ അഹദ്, അള്ളാഹുവിനോട് കടപിടിക്കുന്ന ഒന്നും തന്നെയില്ല. സുബ്ഹാനഹു വ തആല, സുബ്ഹാനഹു വ തആല. ഈ പറയുന്ന ആയത്തിലും ഈ പറയുന്ന ഹദീസിൽ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യൻ അവനെ പുനർജീവിക്കുകയില്ല എന്ന് പറയുന്നത് അള്ളാഹുവിനെ കളവാക്കലാണ്. ചുരുക്കത്തിൽ ഈ പറയുന്ന ബഅസിൻ്റെ മേലെ അറിയിക്കുന്ന ഈ ആയത്തുകൾ, ഹദീസുകൾ നമ്മൾ പറഞ്ഞു, ഒരു മനുഷ്യൻ അവൻ്റെ ശരിയായ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു നോക്കിയാലും ബഅസ് ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കൃത്യമായ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് നടക്കുന്ന മുഅ്മിനീങ്ങൾ പലരും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും പല ജാതി പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല രാപ്പകലുകളില്ലാതെ എതിര് ചെയ്തുകൊണ്ട് നടക്കുന്ന കുഫാറുകൾ, ഫുജാറുകൾ, അവർക്കൊരു കയ്യും കണക്കുമില്ലാതെ, അവർക്കൊരു നിയന്ത്രണമില്ലാതെ ഈ ലോകത്ത് സുഭിക്ഷമായി ബഹുമാന ആദരണീയരായി കഴിഞ്ഞു പോകുന്നത് കാണാൻ കഴിയും. അങ്ങനെ പിന്നെ ഈ ലോകത്തിൽ നിന്ന് ഈ രണ്ട് വ്യക്തികളും ഇങ്ങനെ മരിച്ചു പിരിഞ്ഞു പോവുക, പിന്നൊരു ജീവിതമില്ല, പിന്നൊരു ചോദ്യമില്ല, ഒരു കയ്യും കണക്കുമില്ല. ഏത് മനുഷ്യൻ്റെ ബുദ്ധിയാണത് പറയും? മുഅ്മിനായൊരു മനുഷ്യൻ, അവിടെ കാഫിറായ മർദ്ദിതനായൊരു മനുഷ്യനാണെങ്കിൽ അവനെ ദുൽമ ചെയ്ത് ആക്രമിച്ച് എത്ര ആളുകളില്ല ഇവിടെ കുഫാറുകൾ, അവരെ മറ്റുള്ള ആളുകൾ അവരെ ആക്രമിക്കുന്ന, ഉപദ്രവിക്കുന്ന, അനീതി കാണിക്കുന്ന എത്രയോ സംഭവങ്ങളില്ലേ. ഓരോരോ കാര്യങ്ങളിൽ മറ്റുള്ളവർ മുതലെടുപ്പ് നടത്തി നേടിയിട്ട് എന്നിട്ട് അവർക്ക് കൊടുക്കുന്ന ശിക്ഷയാണെങ്കിൽ പര്യാപ്തമായ വളരെ ചുരുങ്ങിയ ശിക്ഷകൾ. ചില ആളുകൾക്ക് ശിക്ഷ കൊടുത്തു, അവരുടെ സാമർത്ഥ്യം കൊണ്ടും സാമ്പത്തിക സാമൂഹിക സ്വാധീനം ഉപയോഗിച്ച് അതിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നു, കഴിച്ചിലാകുന്നു. ഇവർക്കൊരു പ്രതിഫലം കിട്ടാതെ, ചെയ്തതിനൊന്നും കിട്ടാതെ പിന്നെ രണ്ട് കൂട്ടർ ഇവിടുന്ന് മരിച്ചു പോവുക. ഏത് മനുഷ്യൻ്റെ ബുദ്ധിയാ പറയ ലോകം മാത്രം മതിയെന്ന്? അതോ ഇതിന് ശരിക്കൊന്ന് കയ്യും കണക്കും ചോദിക്കാൻ പറ്റുന്നൊരവസരം ഉണ്ടെങ്കിൽ, അതിന് പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ, അതിനൊരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്ന് പറയുമോ ഒരു മനുഷ്യൻ്റെ ബുദ്ധി? അവൻ മുഅ്മിനാകണമെന്നില്ല. ശരിയായൊരു ബുദ്ധി കൊണ്ട് ഈ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും നിരീക്ഷിച്ച് വീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതിനൊക്കെ ശരിക്കൊരു കണക്ക് പറയാൻ പറ്റുന്ന, യഥാർത്ഥ നീതി നടപ്പാകുന്നൊരു ദിവസം ഉണ്ടെങ്കിൽ, അതിനൊരു അവസരം ഉണ്ടെങ്കിൽ എന്ന് വെമ്പൽ കൊള്ളുന്ന, അതിനു വേണ്ടിയിട്ട് കേണപേക്ഷിക്കുന്ന, അതിനുവേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന, തേടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ബഅസ്, ജസാ, ഈ പറയുന്ന ഖിയാമത്ത് നാൾ, ഈ പ്രതിഫലം, ഈ കയ്യും കണക്കും നോക്കൽ, തീർക്കൽ അതുണ്ടാവണം എന്ന് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ അവൻ്റെ ശരിയായ ബുദ്ധി അത് ആവശ്യപ്പെടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരിക്കൽ ആസ് ബിൻ വായിലോ ഉമയ്യത്ത് ബിൻ ഖലഫ് പോലത്തെ മുശ്രിക്കീങ്ങളിൽപ്പെട്ട ഒരാൾ പ്രവാചകൻ്റെ അടുത്ത് വന്നിട്ട് നുരുമ്പി പൊടിഞ്ഞ പഴകിപ്പോയ ഒരു എല്ലും കൊണ്ടുവന്ന് പ്രവാചകൻ്റെ മുന്നിൽ വെച്ചിട്ട് ആ എല്ല് ഇങ്ങനെ പൊടിച്ചിട്ട് പൊടിച്ചു. അതിൻ്റെ ശേഷം ആ മനുഷ്യൻ പറഞ്ഞു, അത്തസ്ഉമു യാ മുഹമ്മദ്, മുഹമ്മദെ നീ വിചാരിക്കുന്നോ, നീ വാദിക്കുന്നോ, അന്നല്ലാഹ യബ്അസു ഹാദിഹി, ഈ എല്ലിനെയും അതിൻ്റെ ഉടമയെയും എൻ്റെ കയ്യിൽ വെച്ച് ഞാനിതിങ്ങനെ പൊടിച്ച് നുരുമ്പിയെടുത്ത് കളഞ്ഞിട്ട് ഈ പറയുന്ന എല്ലിനെയും അതിൻ്റെ ഉടമയെയും അള്ളാഹു പുനർജീവിപ്പിക്കും എന്നാണോ നീ വാദിക്കുന്നത് മുഹമ്മദെ എന്ന് ചോദിച്ചു. ആസ് ബിൻ വായിലാണ് എന്നാണ് തഫ്സീറുകളൊക്കെ കാണാൻ കഴിയുന്നത്. മറ്റു ചില തഫ്സീർ ഉമയ്യത്ത് ബിൻ ഖലഫാണ് എന്ന്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് പറഞ്ഞു, അജാബഹു ബികുല്ലി യഖീനിൻ നഅം യുമീതുകല്ലാഹു തആല. ആ എല്ലിനെ കുറിച്ചാണ് ചോദിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുശ്രിക്കിനോട് പറഞ്ഞു, അതേ, അള്ളാഹു നിന്നെ മരിപ്പിക്കും. ثم يبعثك, പിന്നെ അള്ളാഹു നിന്നെ പുനർജീവിപ്പിക്കും. ثم يحشرك الى النار, പിന്നെ അള്ളാഹു നിന്നെ നരകത്തിലേക്ക് യാത്രയാക്കും. ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ മനുഷ്യനോട് പറഞ്ഞു. മുശ്രിക്കായി കാഫിറായിട്ടാണ് ആ മനുഷ്യൻ ഈ ലോകത്തിന് പിരിഞ്ഞു പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്തുകാരൻ, വരാൻ പോകുന്നതിന് മുമ്പ് ആ കാര്യം പറഞ്ഞു. പിന്നെ അള്ളാഹു നിന്നെ നരകത്തിലേക്ക് യാത്രയാക്കും. അങ്ങനെ ആ പറയുന്ന വാക്കിനെ സാക്ഷാത്കരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യാസീനിലുള്ള ഈ ആയത്തിറക്കി. വളറബ ലനാ മഥലൻ വനസിയ ഖൽഖ. മനുഷ്യർ, കുഫാറുകൾ നമുക്ക് ഉപമ വെക്കുന്നത് അവർക്ക് കഴിയാത്ത കാര്യങ്ങൾ അതുപോലെ അള്ളാഹുവിനും കഴിയൂല എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവർ വനസിയ ഖൽഖ, അവൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവൻ മറന്നുപോയി, വിസ്മരിച്ചു. അവൻ്റെ തുടക്കം എന്തായിരുന്നു? എന്തേലും ഉണ്ടേനോ അവിടെ? ആരെങ്കിലും ഒരു മോഡൽ വരച്ചു വെച്ചിരുന്നോ? ഒന്നുമില്ലാത്തതിൽ നിന്ന് മനുഷ്യരുടെ പിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ഒന്നുമില്ലാത്തതിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മണ്ണ് കൊണ്ടാണ് ആ പിതാവിനെ സൃഷ്ടിച്ചത്. ഒരു മോഡലോ ഒരു ഫോട്ടോ ഒരു രൂപോ ഒരു സാമ്പിളോ ഒന്നുമില്ലാത്തതിൽ നിന്ന് വനസിയ ഖൽഖ. എന്നിട്ട് മനുഷ്യൻ അവൻ്റെ സൃഷ്ടിപ്പിനെ മറന്നു പറയാണ്, ഖാലമൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. നുരുമ്പിപ്പൊടിഞ്ഞു പോയ ഈ എല്ലുകളെ ആർക്കാണ് ഇങ്ങനെ ജീവിപ്പിക്കാൻ കഴിയുക? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖുൽ, പ്രവാചകരെ പറയൂ,
യുഹ്യിഹല്ലദീ അൻശഅഹാ അവ്വല മർറ, ആദ്യ സമയത്ത് ഇതിനൊക്കെ ഉണ്ടാക്കിയില്ലേ, അവനാ ജീവിപ്പിക്കുക. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, അവൻ്റെ സൃഷ്ടികളെക്കുറിച്ച് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി അറിയുന്നവനാണ്. അല്ലാഹു അവൻ്റെ സൃഷ്ടികളെക്കുറിച്ച് വ്യക്തമായി അറിയുന്നവനാണ്. ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി തുടർന്നുകൊണ്ട് പറഞ്ഞു, ജസാഇൽ അഅമാലി യൗമൽ ഖിയാമ, ഈ ലോകത്ത് വെച്ച് ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള യഥാർത്ഥ പ്രതിഫലം ഖിയാമത്ത് നാളിലാണ് ലഭിക്കാൻ പോകുന്നത്. ഈ ലോകത്ത് വെച്ച് നന്മ ചെയ്ത ആളുകളാണെങ്കിൽ നല്ല പ്രതിഫലം, ഈ ലോകത്ത് വെച്ച് ചെയ്തത് തിന്മകളാണെങ്കിൽ ചീത്ത പ്രതിഫലം, അത് പരലോകത്ത് വെച്ച് ലഭിക്കും. ഈ ലോകത്ത് ഒരു പക്ഷേ ചുരുക്കം തുച്ഛം ചിലതൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്, ഒരു പക്ഷേ ലഭിച്ചു കൊള്ളണം എന്നില്ല. താനും ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതിൻ്റെ പ്രതിഫലങ്ങൾ കൃത്യമായി ഈ ലോകത്ത് വെച്ച് ലഭിച്ചു കൊള്ളണം എന്നില്ല. പരലോകത്ത് വെച്ചത് കൃത്യമായി ലഭിക്കുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹയിൽ പറഞ്ഞു, മാലികി യൗമിദ്ദീൻ, മാലികി യൗമിദ്ദീൻ. യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ യൗമുൽ ജസാഇ വൽ ഹിസാബ് എന്നാണ് അതിൻ്റെ അർത്ഥം. മാലികി യൗമുദ്ദീൻ എന്ന അദ്ദീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തഫ്സീറുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, യൗമിൽ ജസാഇ വൽ ഹിസാബ്, പ്രതിഫലത്തിൻ്റെയും വിചാരണയുടെയും ദിവസത്തിൻ്റെ ഉടമ. അള്ളാഹു എന്നും എല്ലാത്തിൻ്റെയും ഉടമയാണ്. പക്ഷേ ഈ ലോകത്ത് പല ആളുകളും ഞങ്ങളാണ് ഉടമ, ഞങ്ങളാണ് അധിപന്മാരെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഖിയാമത്ത് നാളിൽ വിചാരണയുടെയും പ്രതിഫലങ്ങൾ നൽകുന്ന ആ ദിവസത്തിൽ യഥാർത്ഥ ഉടമ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അത് എല്ലാവർക്കും ബോധ്യപ്പെടും, വെളിവാകും ചെയ്യും. അനൽ മലിക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് പറയും. ലിമനിൽ മുൽക്കുൽ യൗം, ഇന്ന് ആർക്കാണ് അധികാരമുള്ളത്? ഒരാൾക്കും ഉണ്ടാവുകയില്ല, എല്ലാവരും നിസ്സഹായരായിരിക്കും, എല്ലാവരും ബലഹീനരായിരിക്കും. സൂറത്തുൻ നൂറിൽ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യൗമഇദിൻ യുവഫീഹിമുല്ലാഹു ദീനഹുമുൽ ഹഖ്, ഖിയാമത്ത് നാളിൽ അവർക്കുള്ള യഥാർത്ഥ പ്രതിഫലം അള്ളാഹു അവർക്ക് പൂർണ്ണമായി നൽകും. ദീനഹുമുൽ ഹഖ് ജസാഅഹുമുൽ, ഓരോരുത്തർക്കും കൃത്യമായി കിട്ടേണ്ടുന്ന പ്രതിഫലം ഖിയാമത്ത് നാളിൽ അള്ളാഹു പൂർണ്ണമായി നൽകും. വയഅലമൂന അന്നല്ലാഹ ഹുവൽ ഹഖുൽ മുബീൻ, അവർക്കന്ന് കൃത്യമായി ആളുകൾക്ക് അറിയും ചെയ്യും അള്ളാഹു ഹക്കാണുണ്ട്, ഇവൻ തന്നെയാണ് അധികാരം, ആധിപത്യമുള്ളവൻ, കഴിവുള്ളവൻ. അത് വ്യക്തമായി അന്നത്തെ ദിവസം ആളുകൾക്ക് ബോധ്യപ്പെടും. ഇന്ന് നിഷേധിക്കുന്നവർക്ക് പോലും ബോധ്യപ്പെടും. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഈ ലോകത്ത് വെച്ച് തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവും ബോധവും ധാരണയും ഉണ്ടാകും. അവിടെ ഈമാന് കൊണ്ട്, അവരുടെ ത്വാഅത്തുകൾ കൊണ്ട്, പരിശുദ്ധ ഖുർആനും റസൂലിൻ്റെ സുന്നത്തും പഠിച്ചുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വ്യക്തമായ അറിവും ബോധ്യം ഉണ്ടാകും മുഅ്മിനീങ്ങൾക്ക്. കുഫാറുകൾക്ക് ഉണ്ടാകൂല, സത്യനിഷേധികൾക്ക് അതുണ്ടാകൂല. പക്ഷേ ഖിയാമത്ത് നാളിൽ ഈ പറയുന്ന എല്ലാവർക്കും അള്ളാഹുവിനെ കുറിച്ച് വ്യക്തമായി അറിയും, അത് ബോധ്യപ്പെടും ചെയ്യും. ദീൻ എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് അതിൻ്റെ അർത്ഥം അൽ ജസാ, പ്രതിഫലം അന്നത്തെ ദിവസം പൂർണ്ണമായി നൽകും, പൂർണ്ണമായി നൽകും. കമാ തദീനു തുദാൻ, കമാ തദീനു തുദാൻ, ഈ ലോകത്ത് വെച്ച് എന്താണ് ചെയ്തു കൂട്ടിയത് അതിനനുസരിച്ചുള്ള പ്രതിഫലം. ഈ ലോകത്ത് വെച്ച് നന്മകളാണ് ചെയ്തു എന്നാൽ അതിന് നല്ല പ്രതിഫലം അവിടെ ലഭിക്കും. ഈ ലോകത്ത് വെച്ച് തിന്മകളും പാപങ്ങളുമാണ് ചെയ്തു, തൗബ ചെയ്തിട്ടില്ല, അള്ളാഹു അവന് മാപ്പ് കൊടുക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ചീത്ത പ്രതിഫലങ്ങൾ അവിടെ വെച്ച് ലഭിക്കുകയും ചെയ്യും. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, ഈ ലോകത്ത് വെച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കുള്ള കൃത്യമായ പ്രതിഫലങ്ങൾ. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹ, നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ 10ഉം 70ഉം 700ഉം കയ്യും കണക്കുമില്ലാത്ത നോമ്പിൻ്റെതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടതാണ്. നോമ്പ് എൻ്റെതാണ്, അത് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം കൊടുക്കുക. ക്ഷമയുടെ കാര്യത്തിൽ ഇന്നമായി വഫസാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, കയ്യും കണക്കുമില്ലാതെയാണ്, ഇത്രയെന്ന് പറഞ്ഞിട്ടില്ല. പ്രതിഫലത്തിൻ്റെ, നന്മയുടെ പ്രതിഫലത്തിൻ്റെ സ്ഥിതി അങ്ങനെയാണ്. ചുരുങ്ങിയത് 10 ഉണ്ടാകും. വമൻ ജാഅ ബിസ്സയ്യിഅ, തെറ്റായ പാപകരമായതും കൊണ്ട് ഒരാൾ വന്നു എന്നുണ്ടെങ്കിൽ ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹ, അതിന് ഒന്നിന് ഒന്ന് മാത്രം, ഒരു തെറ്റിന് ഒരു പ്രതിഫലം മാത്രം. അതാണ് വഹും ലാ യുദ്ലമൂൻ, ഒരാൾ അക്രമവും ഒരനീതിയും അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുണ്ടാവുകയില്ല. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു ഖൈറും മിൻഹ, നന്മ ഒരാൾ ഇവിടെ ചെയ്തു എന്നുണ്ടെങ്കിൽ അതിലേറെ ഉത്തമമായത്. ഫർദ് നിസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്ത് 12 റക്അത്ത് ഒരാൾ നിസ്കരിക്കാൻ സ്വർഗത്തിലൊരു ഭവനം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കൊടുക്കും. പക്ഷിയുടെ കൂട് പോലത്തതാണെങ്കിൽ പോലും ഒരു പള്ളി ഒരാൾ എടുത്തു എന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ അള്ളാഹു അവന് ഭവനം എടുത്തു കൊടുക്കും. പ്രതിഫലങ്ങൾ, ഒരാൾ അതിലേറെ വലിയൊരു പള്ളിയും സൗകര്യങ്ങളും ഒരുക്കിയെന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലേറെ വലിയ കൊട്ടാരങ്ങൾ അവന് നൽകും. ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിൻ്റെ അടുത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സന്തോഷ വാർത്തയുമായിട്ട് വന്നു.
ഖദീജക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സലാം പറയുന്നു. അവൾക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്. ഖസബിനാലുള്ള, ഖസബ് എന്ന് പറഞ്ഞാൽ ഉള്ളും പുറവും കാണുന്ന അത്ര വലിയ ഒരു മുത്തിനാനുള്ള ഒരു കൊട്ടാരമുണ്ട്. ലാ സഖബ ഫിഹാ വലാ വസബ്, അതിൽ ശബ്ദകോലാഹലങ്ങളോ ജോലികളോ ഭാരങ്ങളോ ക്ഷീണങ്ങളോ ഒന്നുമില്ലാത്ത. അല്ലാഹു സുബ്ഹാനഹു വ തആല മൻ ജാഅ ബിൽ ഹസനതി ഫലഹു ഖൈറും മിൻഹാ വമൻ ജാഅ വഹും മിൻ ഫസഇൻ യൗമഇദിൻ ആമിനൂൻ. ചെയ്ത നന്മക്ക് വമ്പിച്ച പ്രതിഫലങ്ങൾ, പരലോകത്തിലുള്ള ഉത്കണ്ഠകളും പേടികളും ഇല്ലാതെ സുരക്ഷിതരായിട്ട്. വമൻ ജാഅ ബിസ്സയ്യിഅ, തെറ്റോ പാപങ്ങളോ ഇവിടെ വെച്ച ഒരാൾ ചെയ്തു എന്നുണ്ടെങ്കിൽ ഫകുബ്ബതു വുജൂഹുഹും ഫിന്നാർ, അവരെ മുഖം കുത്തി നരകത്തിലേക്ക് തള്ളപ്പെടും. ഈ പറയുന്ന പരലോകത്തിലുള്ള ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ആയാത്തുകൾ കേട്ട് പഠിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ ഒരു അനുഭവം, ഈ ഒരു ദുർഗതി, ഈ ഒരു അധപ്പതനം എനിക്കുണ്ടാവരുതേ എന്ന് ശരിയായൊരു ബുദ്ധിയുള്ള മനുഷ്യൻ ചിന്തിക്കാതെ നിൽക്കൂല. അപ്പം അതിനുള്ള മാർഗങ്ങൾ, തെറ്റായ കാര്യങ്ങൾ ഏതാണോ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും. അള്ളാഹുവിനോട് സഹായത്തെ തേടിക്കൊണ്ടേയിരിക്കും. വമൻ ജാഅ ബിസ്സയ്യിഅതി ഫകുബ്ബതു വുജൂഹുഹും ഫിന്നാർ, അവരുടെ മുഖങ്ങൾ നരകത്തിൽ കുത്തപ്പെടും, അതിലേക്ക് തള്ളപ്പെടും. ഹൽ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്നതിനുള്ള പ്രതിഫലമല്ലാതെ നിങ്ങൾക്ക് നൽകപ്പെടുന്നുണ്ടോ? ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം മാത്രമായിട്ടാണ് അത് നൽകുന്നത്. ഹദീസിൽ പരലോകത്ത് വെച്ച് ഈ പറയുന്ന പ്രതിഫലങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ ധാരാളം ഹദീസുകളുണ്ട്, വിശദീകരിച്ചു കൊണ്ടുള്ളതുണ്ട്. അതിൽപ്പെട്ട ഒരു ഹദീസ് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹാഫിദ് നബവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അർബഊൻ നബവി എന്ന് പറയുന്ന ഹദീസിൻ്റെ കിതാബിൽ പറഞ്ഞ മഹത്തായ ഒരു ഹദീസാണ്. ഈ ഹദീസിനെ കുറിച്ച് അബൂ ഇദ്രീസുൽ ഖവലാനി എന്ന് പറയുന്ന താബിഈ പ്രമുഖൻ ഈ ഹദീസ് പറയുന്ന സമയത്ത് അദ്ദേഹം ബഹുമാനിച്ചാദരിച്ചുകൊണ്ട് ഈ ഹദീസിൻ്റെ ആശയങ്ങൾ കേട്ട് പേടിച്ചുകൊണ്ട് മുട്ടുകുത്തിയിരിക്കും താഴ്മയോടുകൂടി, ബഹുമാനാദരവ്. ഇതിൽ പറഞ്ഞ ആശയങ്ങൾ, ഈ ഹദീസിൽ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരസ്പരം ദുൽമ ചെയ്യരുതേ. നിങ്ങൾക്ക് എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും, ദീനിൻ്റെ കാര്യത്തിലോ ദുന്യാവിൻ്റെ കാര്യത്തിലോ, അടിമകളെ നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടോളി, തേടിക്കോളി, ചോദിച്ചോളി. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലോ വസ്ത്രത്തിൻ്റെ കാര്യത്തിലോ. സത്യം അസത്യം അല്ലാഹുവേ എനിക്ക് തീരണില്ല, പല ഗ്രൂപ്പാണ്, പല ആളുകളാണ്, പലരും പറയാണ്, നമുക്ക് എന്താ മനസ്സിലാക്കാൻ? ഏത് കാര്യത്തിൽ നിങ്ങളെ അലട്ടുന്ന ഏത് വിഷയങ്ങൾ ഈ ലോകത്തുണ്ടോ നിങ്ങളത് എന്നോട് ചോദിക്ക്, തേടി, ഞാൻ നിങ്ങൾക്ക് വഴി കാട്ടിത്തരാം, ഞാൻ നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിത്തരാം, ഞാൻ നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരാം എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുകൊണ്ട് ഈ ഹദീസ് അവസാനിപ്പിക്കുന്നത്. ഈ ഹദീസിൻ്റെ അവസാനത്തിൽ മനുഷ്യർ മുഴുവനും എന്നോട് എല്ലാവരും ചോദിച്ചു എന്ന് കരുതി എൻ്റെ അടുത്തുള്ളത് കഴിയൂല, അള്ളാഹു ലുബ്ധനല്ല, അള്ളാഹുവിൻ്റെ അടുത്തുള്ളത് തീരുമെന്ന് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ആ ഹദീസിൻ്റെ ഏകദേശം അവസാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് പ്രവാചകൻ പറയാണ്, യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നമാ ഹിയ അഅമാലുക്കും ഉഹ്സിഹാ ലക്കും, ഈ പറയുന്ന നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്, ഞാനത് കൃത്യമായി എഴുതി രേഖപ്പെടുത്തി വെക്കുന്നു. കിറാമുൻ കാത്തിബീങ്ങളായ മലക്കളെ ഏൽപ്പിച്ചുകൊണ്ട് അള്ളാഹു അത് എഴുതി രേഖപ്പെടുത്തി വെക്കുകയാണ്. തുമ്മ ഉവഫീക്കും ഇയ്യാഹ, പിന്നെ ആ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലങ്ങൾ ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമായി നൽകും. ഖിയാമത്ത് നാളിൽ ഈ ലോകത്ത് വെച്ച് ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലങ്ങൾ പൂർണ്ണമായി ഞാൻ നൽകും. നല്ലതാണെങ്കിൽ നല്ല പ്രതിഫലം, ചീത്തയാണെങ്കിൽ ചീത്ത പ്രതിഫലം. അതുകൊണ്ട് ഫമൻ വജദ ഖൈറൻ ഫൽയഹ്മദില്ലാ, നല്ല പ്രതിഫലം അവിടുന്ന് ഒരാൾക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ, നല്ലത് കിട്ടുകയാണെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോളി. അള്ളാഹു തൗഫീഖ് നൽകി, സഹായം ചെയ്തു തന്നു, അള്ളാഹു അതിനുള്ള സാഹചര്യം ഒരുക്കി തന്നു, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. വമൻ വജദ ഗൈറ ദാലിക്, ചീത്ത പ്രതിഫലമാണ് കിട്ടുന്നത്, നല്ലതല്ല ശിക്ഷകളാണെങ്കിൽ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സ്, ആരും അവൻ്റെ ശരീരത്തിനില്ലാതെ വേറൊരാളെയും കുറ്റം പറയാൻ പോകണം. മക്കൾ മാതാപിതാക്കളെ കുറ്റം പറയണ്ട, മാതാപിതാക്കൾ മക്കളെ പറയണ്ട, ഭാര്യ ഭർത്താവിനെ പറയണ്ട, ഭർത്താവ് ഭാര്യനെയും പറയണ്ട, നാട്ടുകാരെ പറയണ്ട. നമ്മളെ നാട് ഇതാണ്, നമ്മുടെ കാലഘട്ടതാണ്, അവിടെയുള്ള കമ്മിറ്റിക്കാരിതാണ്, അവിടെയുള്ള വേറുള്ള ഒരാളും മറ്റൊരും കുറ്റം പറയാൻ പോകണ്ട. ഫലാ യലൂമന്ന ഇല്ലാ നഫ്സ്, ഓരോ വ്യക്തിയും അവനെയല്ലാതെ കുറ്റപ്പെടുത്തണ്ട. ഈ ഹദീസിൽ കൃത്യമായി പറഞ്ഞ അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ എഴുതി രേഖപ്പെടുത്തി വെക്കും, അതിനുള്ള പൂർണ്ണമായ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ നൽകുകയും ചെയ്യുമെന്ന് പറഞ്ഞ് വ്യക്തമായി. അതിൻ്റെ ശേഷം തുടർന്നുകൊണ്ട് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വൽ അറളി വൽ ഹിസാബ്, അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് അവൻ്റെ അടിമകളെ അവിടെ പ്രദർശിപ്പിക്കും.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ അവിടെ പ്രദർശിപ്പിക്കും. വൽ അർളി വൽ ഹിസാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പ്രദർശിപ്പിക്കും. ഈ പറയുന്ന അറള്, ഈ പറയുന്ന ആളുകളെ പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് 3 നിലക്ക് പരിശുദ്ധ ഖുർആനിൽ ഹദീസുകളിൽ വന്നത് പഠിച്ച് മനസ്സിലാക്കി നോക്കുമ്പോൾ 3 നിലക്കാണ് സൃഷ്ടികളെ പ്രദർശിപ്പിക്കുക. ഒന്നാമത്തത് അറളുൻ ആമുൻ ലിജമീഇൽ ഖലായിഖി ബർരിഹിം വഫാജിരിഹിം അമാമല്ലാഹി അസ്സ വജൽ. മഹ്ശറ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ മുഴുവത്തിനെയും, മിനിങ്ങളും കുഫാറുകളും മുശ്രിക്കീങ്ങളും നല്ലവരും ചീത്ത ആളുകളും മുഴുവത്തിനെയും മഹ്ശറ ഭൂമിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. അതൊരു പ്രദർശിപ്പിക്കലാണ്. വഉരിളു അലാ റബ്ബിക സഫൻ ലഖദ് ജിഅ്തുമൂനാ കമാ ഖലഖനാകും അവ്വല മറ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് പറയും, നിങ്ങൾ മുഴുവനും അണിയണിയായി സഫുകളായി അച്ചടക്കത്തോടെ അവിടെ വന്നിട്ടുണ്ടല്ലോ. മുമ്പ് നാം നിങ്ങളെ എങ്ങനെ സൃഷ്ടിച്ചു അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു എന്ന് പറയും. ഖിയാമത്ത് നാളിൽ മഹ്ശറ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളെ മുഴുവനും ഒരുമിച്ച് കൂട്ടി അള്ളാഹുവിൻ്റെ അടുത്ത് പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു ഘട്ടം. ഇതിൽ എല്ലാ ആളുകളും ഒരുപോലെ ആ മഹ്ശറ ഭൂമിയിലുണ്ടാകും. മറ്റൊന്ന്, മുഅ്മിനീങ്ങളായ ആളുകളെ ഓരോരുത്തരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യുന്ന ഒരു ഘട്ടം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനായ അവൻ്റെ അടിമയെ അവൻ്റെ അടുത്തേക്ക് നിർത്തി അവൻ ചെയ്ത, ഈ ലോകത്ത് വെച്ച് ചെയ്ത കാര്യങ്ങൾ മുഴുവനും അവൻ്റെ മുന്നിൽ പ്രദർശിപ്പിച്ച് ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്നത് ചെയ്തില്ലേ എന്ന് ചോദിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അതൊരു വിചാരണയാണ്. ആ വിചാരണയുടെ സമയത്ത് ഈ മനുഷ്യൻ വിചാരിക്കും, ഞാൻ നശിച്ചു, രക്ഷപ്പെടാൻ സാധ്യത മുഴുവൻ അള്ളാഹു അറിഞ്ഞു, അള്ളാഹു മുഴുവൻ ചോദിക്കും ചെയ്യും. അങ്ങനെ പിന്നെ അവസാനത്തിൽ ഈ മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഭൂമിയിൽ മറ്റുള്ളവരുടെ കണ്ണിൽ നിന്ന് ഞാനത് മറച്ചു വെച്ചു മനുഷ്യ, ഇന്ന് ഞാനത് നിനക്ക് ഇതാ പുറത്തു തരുന്നു എന്ന് പറയുന്ന മുഅ്മിനായ മനുഷ്യൻ, അതിനനുസരിച്ച് പ്രവർത്തനങ്ങളും സൽക്കർമ്മങ്ങളും ഒക്കെ ചെയ്ത ഒരു വ്യക്തി, സ്വാഭാവികമായിട്ടും മനുഷ്യ സഹജമായി ആളുകൾക്ക് വരുന്ന തെറ്റുകളും പാപങ്ങളും ഉണ്ടാകുമ്പോൾ മുഅ്മിനായ ഈ മനുഷ്യന് ഈ ഒരു സംരക്ഷണം, ഈ ഒരു ആദരവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്നുള്ളതാണ് അതിൽ. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം ഒരിക്കൽ പറഞ്ഞപ്പോൾ, മന്നൂഖിഷൽ ഹിസാബ ഉദ്ദിബ്, മന്നൂഖിഷൽ ഹിസാബ ഉദ്ദിബ്. അള്ളാഹു പരലോകത്ത് വെച്ച് മഹ്ശറിൽ വെച്ചൊരു മനുഷ്യനോട് അവൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും വിശകലനം ചെയ്ത് വിചാരണ ചെയ്താൽ അതൊരു ശിക്ഷയാണ് എന്ന് പറഞ്ഞ ഒരു സംഭവം പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ സംശയം ചോദിക്കുകയാണ്. അള്ളാഹു പറയുന്നില്ലേ ഫസൂഫ യുഹാസബു ഹിസാബൻ യസീറ എന്ന് പറയണില്ലേ, വളരെ ലളിതമായ പ്രയാസമില്ലാത്ത വിചാരണ നടക്കും അവിടെ എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ പറയുന്നു റസൂലേ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി, ദാലിക്കൽ അറൽ, അള്ളാഹ് എളുപ്പം വളരെ പ്രയാസമില്ലാത്ത വിചാരണ ചെയ്യും എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇത് മറ്റ് റിവായത്തുകളിൽ കൂടെയും അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ എന്നുള്ള റിപ്പോർട്ടുകളിലൊക്കെ അതങ്ങനെ വന്നു. അള്ളാഹു മുഅ്മിനായ അവൻ്റെ അടിമയെ അടുത്ത് നിർത്തുകയും അവൻ ഈ ലോകത്ത് വെച്ച് ചെയ്ത കാര്യങ്ങൾ അവനോട് ചോദിക്കുകയും അവനത് മുഴുവനും സമ്മതിക്കുകയും ചെയ്ത് അള്ളാഹു അവസാനത്തിൽ അവനോട് പറയും, ദുന്യാവിൽ വെച്ച് മറ്റൊരു ദൃഷ്ടിയിൽ നിന്ന് ഞാനത് മറച്ചു വെച്ചു, ഇന്ന് ഞാനിതാ നിനക്ക് പുറത്തു തരുന്നു. ഇതാണ് ഹിസാബൻ യസീർ, വളരെ പ്രയാസമില്ലാത്ത ലളിതമായ വിചാരണ എന്ന് പറയുന്നത്. ഇത് മറ്റൊരു അറളാണ്, പ്രദർശിപ്പിക്കും എന്ന് പറഞ്ഞത്. പിന്നെ മൂന്നാമത്തെ ഒന്ന്, കുഫാറുകളായ മുജ്രിമീങ്ങളായ ഈ ലോകത്ത് വെച്ച് ജീവിച്ച ആളുകൾക്കുള്ള ഒരു പ്രദർശനം. അവർ ഈ ലോകത്ത് വെച്ച് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ള എല്ലാ ആളുകളും കേൾക്കുമാറ് ഇവരെ അവഹേളിച്ചുകൊണ്ട് വഷളാക്കിക്കൊണ്ട് ഇവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പേടിപ്പെടുത്തുന്ന നിലക്ക് അവരെക്കുറിച്ച് വിളിച്ചു പറയുന്ന ഒരു പ്രദർശിപ്പിക്കലും ഉണ്ട്. അത് കുഫാറുകൾ, കപടവിശ്വാസികളായ ഈ ലോകത്ത് വെച്ച് ജീവിച്ച ആളുകൾ. അതിൻ്റെ മേൽ അറിയിക്കുന്ന ആയത്ത്, വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ, ഈ ലോകത്ത് വെച്ച് അള്ളാഹുവിൻ്റെ മേൽ കള്ള ആരോപണങ്ങൾ പറഞ്ഞ, അള്ളാഹുവിന് മക്കളുണ്ട്, അള്ളാഹുവിന് സഹായികളുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് കള്ള ആരോപണങ്ങൾ പറഞ്ഞ ആളുകൾ, അക്രമകാരികൾ, ഉലൈക യുറദൂന അലാ റബ്ബിഹിം, പരലോകത്ത് അള്ളാഹുവിൻ്റെ മേൽ അവരെ പ്രദർശിപ്പിക്കപ്പെടും. അപ്പോൾ മറ്റുള്ള എല്ലാ സൃഷ്ടികളും ഈ രംഗം കാണുകയും വീക്ഷിക്കുകയും ചെയ്യും. ഇവരതിൽ വഷളാകും, ഇവരതിൽ പേടിക്കും. ആ പറയുന്ന രംഗം തന്നെ അവരെ സംബന്ധിച്ച് വലിയ ഒരു ശിക്ഷയായി അനുഭവപ്പെടും. അങ്ങനെ വയഖൂലുൽ അഷ്ഹാദു ഹഉലാഇ അല്ലദീന കദബു അലാ റബ്ബിഹിം, മലക്കുകളും മറ്റുള്ള മുഅ്മിനീങ്ങളുമായ സാക്ഷികൾ അവിടെ വെച്ച് വിളിച്ചു പറയും, ഇവർ അള്ളാഹുവിൻ്റെ മേൽ കള്ളം പറഞ്ഞ
തമ്മാടികളാണ്, കുഫാറുകളാണ്, ഫുജാറുകളാണ് എന്ന് പറയുമ്പോൾ അലാ ലഅനത്തുല്ലാഹി അലൽ ളാലിമീൻ, ഈ അക്രമികളുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപകോപമുണ്ടാകും എന്ന് പറഞ്ഞ ആയത്ത് പണ്ഡിതന്മാർ ഇമാം സാദി, അതല്ലാത്ത മറ്റുള്ള ഇബ്നു കസീർ, ഇമാം സംആനി പോലത്തെ പണ്ഡിതന്മാരൊക്കെ അവരുടെ തഫ്സീറിൽ വിശദീകരിച്ചത് ഇതാണ്. സത്യനിഷേധികളായ ആളുകളെ പരസ്യമായി മഹ്ശറയിലുള്ള എല്ലാ ആളുകളും കേൾക്കുമാറ് അവരോട് ചോദ്യം ചെയ്യും, വിചാരണ ചെയ്യും. അള്ളാഹു അതിശക്തമായ നിലക്കുള്ള വിചാരണ അവരെ നടത്തും എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന ഘട്ടങ്ങളിൽ മുഴുവനും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹായകരമായ നിലക്ക് അവിടെ മുന്നേറാനുള്ള തൗഫീഖ് ഈ ലോകത്ത് വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള പ്രവർത്തനങ്ങൾ, അമലുകൾ വിശ്വാസപരമായി പ്രവർത്തനപരമായി നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വൽ ഹിസാബ്, വിചാരണയുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും ഒരുപോലത്തെ വിചാരണയല്ല അവിടെ ചെയ്യുക. പല ആളുകൾക്കും അവരുടെ വിശ്വാസങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും ആദർശങ്ങൾക്കും അനുസരിച്ച് വ്യത്യാസമുണ്ടാകും. അതേപോലെ വഖിറാഅത്തിൽ കുത്തുബ്, ഈ ലോകത്ത് വെച്ച് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ മുഴുവനും എഴുതി രേഖപ്പെടുത്തി വെച്ച ഗ്രന്ഥങ്ങളെ വായിക്കുന്ന അവസ്ഥകൾ അവിടെ ഉണ്ടാകും. മിനിങ്ങളായ ആളുകളാണെങ്കിൽ അവരുടെ ഗ്രന്ഥങ്ങളെ അവർക്ക് വലത് കൈകളിൽ നൽകപ്പെടും. കുഫാറുകളും അതേപോലെ തന്നെ മുജ്രിമീങ്ങളുമായ ആളുകളാണെങ്കിൽ അവരുടെ ഗ്രന്ഥങ്ങളെ അവർക്ക് പുറഭാഗത്തിൽ കൂടെ, അവരുടെ മുതുകയുടെ പുറഭാഗത്തിൽ കൂടെ ഇടത് കൈയിൽ നൽകപ്പെടും. ഇതിൻ്റെ മേൽ അറിയിക്കുന്ന ആയത്തുകൾ ധാരാളം വന്നത് നമുക്ക് കാണാൻ കഴിയും. ഹദീസുകളും വന്നു. അതിൽപ്പെട്ട ചില ആയത്തുകൾ, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി, വലത് കൈയിൽ ഗ്രന്ഥത്തെ നൽകപ്പെട്ട വ്യക്തി, ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, അവൻ വളരെ ലളിതമായ പ്രയാസമില്ലാത്ത വിചാരണ, നമ്മൾ മുമ്പ് കേട്ടതുപോലത്തെ വിചാരണയാണ് ഉണ്ടാവുക. വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ, അവൻ്റെ ആളുകളിലേക്ക് അവൻ വളരെ സന്തോഷവനായി തിരിച്ചു പോകാനും കഴിയും. നേരെ മറിച്ച് അമ്മാ മൻ ഊതിയ കിതാബഹു ബി ഫസൗഫ വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ, സൂറത്തുൽ ഖിയാമയിൽ പറഞ്ഞു. മറ്റൊരു സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഹാഖയിൽ, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി, വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ട ആൾ, അവൻ പറയും ഹാ ഉഖ്റഉ കിതാബിയ വരുവീൻ, എൻ്റെ ഗ്രന്ഥം നിങ്ങളൊന്ന് വായിച്ചു നോക്കി, സന്തോഷം കൊണ്ട് അഭിമാനം കൊണ്ട്. ആ വ്യക്തി പറയും ഇന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഇവിടെ പരലോകത്ത് മഹ്ശറയിൽ ഖിയാമത്ത് നാളിൽ വലിയ വിചാരണ ഉണ്ടാകും, കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ള ആ ബോധത്തോടു കൂടെയായിരുന്നു ഞാൻ ദുന്യാവിൽ ജീവിച്ചിരുന്നത്. ഇവിടെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ള കൃത്യമായ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദുന്യാവിൽ ജീവിച്ചിരുന്നു ഒരർത്ഥം. അതല്ല മറ്റൊരർത്ഥം പണ്ഡിതന്മാരെ തഫ്സീർ പറയുന്ന വിശദീകരിക്കുന്ന സമയത്ത് പറയുന്നു, ഞാൻ വിചാരിച്ചിരുന്നു വലിയ വിചാരണ ഉണ്ടാകും എന്നുള്ളത്, പക്ഷേ കരുതിയമാരുള്ള വിചാരണ ഉണ്ടായില്ല, കാര്യം വളരെ ലളിതമായിരുന്നു. ഖിയാമത്ത് നാൾ വളരെ പ്രയാസമില്ലാത്ത വിചാരണ എനിക്ക് അനുഭവപ്പെട്ടു, അൽഹംദുലില്ലാ എന്നവൻ പറയും. ഇന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഈ ആൾ ഫഹുവ ഫീ ഈശത്തിർ റാളിയ, തൃപ്തിപ്പെട്ട നല്ല സന്തോഷകരമായ ജീവിതമാണ് പിന്നീട് അവന്. ഫീ ജന്നത്തിൻ ആലിയ, ഉയർന്ന ഏറ്റവും വലിയ പദവികളുള്ള സ്വർഗത്തിലാണ്. ഖുതൂഫുഹാ ദാനിയ, അതിലുള്ള പഴങ്ങൾ അവൻ്റെ കയ്യെത്തുന്ന ദൂരത്ത് പറിച്ചെടുക്കാൻ പറ്റുന്ന വളരെ അടുത്തുള്ളതാണ്. കുലു വഷ്റബു, നിങ്ങൾ കഴിച്ചോളി, നിങ്ങൾ കുടിച്ചോളി. ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, ദുനിയാവിലുള്ള ആ ദിവസങ്ങളിൽ ജീവിതത്തിൽ നിങ്ങൾ പ്രയാസപ്പെട്ടതിന് പകരമായിക്കൊണ്ട്, അതിന് ഇന്ന് പ്രതിഫലമായിക്കൊണ്ട് എന്ന് പറയും. നേരെ മറിച്ച് സത്യനിഷേധികളും കപടവിശ്വാസികളുമൊക്കെ ആണെങ്കിൽ അവരുടെ ഗ്രന്ഥങ്ങളെ ഇടത് കൈയിൽ പുറഭാഗത്തിൽ കൂടെ അവർക്ക് നൽകപ്പെടും. അമ്മാമൻ ഊതിയ കിതാബഹു വറാഅ ളഹ്രിഹി, പിൻഭാഗത്തിൽ കൂടെ നൽകപ്പെട്ടാൽ ഫസൂഫ യദ്ഉ സുബൂറ, എൻ്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വിലപിക്കും ആ വ്യക്തി. വയസ്സുല സഈറ, അവർക്ക് ചെന്ന് കടക്കാനുള്ള നരകമാണ്. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സൂറത്തുൽ ഹാഖയിൽ പറഞ്ഞു വഅമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലി, ഇടത് കൈയിൽ പുറഭാഗത്തിൽ കൂടെ നൽകപ്പെടും. അവൻ പറയും യാ ലൈതനി ലം ഊത കിതാബി, എനിക്ക് എൻ്റെ ഗ്രന്ഥം ലഭിച്ചിട്ടില്ലെങ്കിൽ നന്നായിരുന്നു. വലം അദ്രി മാ ഹിസാബിയ, ഇതിലുള്ള വിചാരണയും കാര്യം അതറിയാതെ നിന്നാ മതിയായിരുന്നു. ഫയഖൂലു യാ ലൈതനി യാ ലൈതഹാ കാനത്തിൽ ഖാലിയ, തീർന്നു കിട്ടിയാൽ മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയും. മാ അഗ്നാ അന്നി മാലിയ, ഒരുപാട് സമ്പത്ത് ദുന്യാവിലുണ്ടായി, ഒന്നും എനിക്കിവിടെ ഫലം ചെയ്യുന്നില്ല. ഹലക അന്നി സുൽത്താനിയ, എൻ്റെ അധികാരമൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഖുദൂഹു ഫഗുല്ലു, അവൻ്റെ അവസാനത്തെ പര്യവസാനം അള്ളാഹു മലക്കോട് പറയും, പിടിക്കുക അവനെ, ചങ്ങലക്കിടിയ അവനെ. തുമ്മൽ ജഹീമ സൊല്ലു, നരകത്തിൽ പ്രവേശിപ്പിക്കുക മനുഷ്യനെ. തുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ 70 ദിറാഅൻ ഫസ്ലുകു, 70 മുഴം നീളമുള്ള വലിയ ചങ്ങലയിൽ അവൻ നിങ്ങൾ പ്രവേശിപ്പിക്കുക. കുടുക്കിയിടുക്കി ഈ പറയുന്ന പ്രയാസകരമായ പര്യവസാനമായിരിക്കും ആ മനുഷ്യന് എന്നുള്ളത്. ഇങ്ങനത്തെ ആയത്തുകളുണ്ട്, ഹദീസുകൾ
ഈ പറയുന്ന ഗ്രന്ഥങ്ങൾ ലഭിക്കുന്നതിനെക്കുറിച്ചും അവിടെയുള്ള പ്രയാസങ്ങളെക്കുറിച്ചും അറിയിക്കുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. സവാബ് ഇഖാബ് നമ്മൾ പറഞ്ഞു. നന്മ ചെയ്ത ആളാണെങ്കിൽ നല്ല പ്രതിഫലങ്ങൾ, തിന്മ ചെയ്ത ആളാണെങ്കിൽ ചീത്ത പര്യവസാനങ്ങൾ. പിന്നെ വസ്സിറാത്ത് വൽ മീസാൻ, സിറാത്ത് നരകത്തിൻ്റെ മുകളിൽ കൂടെ നാട്ടപ്പെട്ട സിറാത്ത്, അതിൽ കൂടെ ചില ആളുകൾ വളരെ വേഗത്തിൽ, മിന്നലിൻ്റെ വേഗതയിൽ, അതേപോലെ തന്നെ ശക്തിയുള്ള കാറ്റിൻ്റെ വേഗതയിൽ ഓടുന്ന മൃഗങ്ങളുടെ വേഗതയിൽ ഓടുന്നവർ, നടക്കുന്നവർ, നിരങ്ങുന്നവർ, ഇതൊക്കെ ഹദീസുകളിൽ വന്നതാണ്, സ്വഹീഹായ ഹദീസുകളിൽ വന്നതാണ്. ആ സിറാത്തിൻ്റെ രൂപം അത് വളരെ വഴുവഴുപ്പുള്ളതാണ്, വളരെ കട്ടി കുറഞ്ഞതാണ്. അതിൻ്റെ 2 ഭാഗങ്ങളിലും കൊക്കകളും കൊളുത്തുകളും ഉണ്ടാകും. ആളുകളുടെ പാപങ്ങൾക്കനുസരിച്ച് ചില ആളുകൾ ആ കൊളുത്തുകൾ കൊണ്ട് പിടിച്ചു വലിച്ച് കുടുക്കി നരകത്തിലേക്ക് തള്ളപ്പെടും. സ്വഹീഹായ ഹദീസുകളിൽ വന്നതാണ്. ആ സിറാത്തിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് അവർ ഈ ലോകത്ത് ചെയ്ത പ്രവർത്തനങ്ങൾക്കനുസരിച്ചുള്ള പ്രകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. പൂർണ്ണമായ വിശാലമായ പ്രകാശമുള്ളവർ, മുൻഭാഗത്ത് പ്രകാശമുള്ളവർ, കാലിൻ്റെ തള്ളവരലിൻ്റെ തുഞ്ചിൽ മാത്രം പ്രകാശമുള്ള ആളുകൾ, ചില ആളുകൾക്ക് അല്പം പ്രകാശിക്കും, പിന്നീട് ഇരുട്ടാകും. ഇങ്ങനത്തെ പല ഘട്ടങ്ങളും സഹിഹായ ഹദീസുകളിൽ വന്നത് നമുക്ക് കാണാൻ കഴിയും. വൽ മീസാൻ, നന്മ തിന്മകൾ തൂക്കുന്നത്. ഈ പറയുന്ന സിറാത്തിൻ്റെ മുമ്പാണ് ഈ നന്മ തിന്മകൾ തൂക്കുന്നത് എന്ന് ഉലമാക്കൾ, പണ്ഡിതന്മാർ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും അവസാനം ഈ സിറാത്ത് അതിൽ കൂടെ വിട്ടുകടന്നതിൻ്റെ ശേഷം ഖന്തറ എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട്. സിറാത്തിൻ്റെയും ശേഷമാണോ അതല്ല ഈ സിറാത്തിൻ്റെ ഈ പാലത്തിൻ്റെ മറ്റൊരു തലയാണോ, സ്വർഗത്തിനോടടുത്ത് തലയാണോ എന്നുള്ള 2 അഭിപ്രായങ്ങളുണ്ട്. അവിടെ വച്ച് മനുഷ്യരായ ആളുകളെ മനസ്സിൻ്റെ ഉള്ളിലുള്ള വിദ്വേഷങ്ങളോ ഏതെങ്കിലും നമുക്ക് മാറ്റിയാൽ മാറാത്ത എന്തെങ്കിലും ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ അത് പൂർണ്ണമായി ശുദ്ധീകരിച്ചതിൻ്റെ ശേഷം, ഗിൽ എന്ന് അറബിയിലൊക്കെ പറയുന്ന ആ വിദ്വേഷങ്ങൾ പോലും പൂർത്തീകരിച്ചതിൻ്റെ ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പ്രവാചകന് അതിന് സമ്മതം ചോദിച്ച് തുറന്നതിൻ്റെ ശേഷം അതിന് അനുവാദം നൽകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തും പരലോകത്തും അവന് ഇഷ്ടപ്പെട്ട നിലക്കുള്ള വിജയകരമായ ജീവിതം നയിച്ച് മുന്നേറാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയും ഇങ്ങനത്തെ കാര്യങ്ങൾ കേട്ട് പഠിച്ച് അതിൻ്റെ ഫലം എന്നുള്ള നിലക്ക് തുടക്കത്തിൽ നമ്മൾ കേട്ടതുപോലെ അതിന് തയ്യാറാകുന്ന ഒരു ജീവിതം നയിക്കാൻ അവൻ നമ്മെ സഹായിക്കുകയും ചെയ്യുമാറാവട്ടെ. ഹാദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി.